മറ്റുള്ളവർക്ക് അത് ഒരു ബുദ്ധിമുട്ടാവരുത്. ഓരോരുത്തരായിട്ട് ഓരോരുത്തരായിട്ട് ആൻസർ ചെയ്യാട്ടോ ഇൻഷാ അല്ലാ. ടീച്ചർ ക്ലാസ് എടുത്തോളൂ. ഒരു സെക്കൻഡ്, ഇനി ആർക്കെങ്കിലും ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് അവരൊക്കെ ഹോസ്റ്റ് ആക്കാം ഇൻഷാ അല്ലാ. ടീച്ചർ പറഞ്ഞോളൂ. സോറി. الحمد لله رب العالمين. الحمد لله خالق الوجود من العدم وجعل النور من الظلم ومخرج الصبر من الألم وملقي التوبة على الندم فنشكره على المصاعب كما نشكره على النعم والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة وأصيلا. اللهم إني أسألك بأني أشهد أنك أنت الله لا إله إلا أنت الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم فانفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. فنعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله. الله മഹത്തായ ഫض്ല് കൊണ്ട് അല്ലെ അൽഹംദുലില്ലാ നമ്മൾ സൂറത്ത് ബയ്യിനയിലേക്ക്, അതായത് നമ്മുടെ യൂണിറ്റ് 25 നമ്മൾ കടക്കുകയാണ്. അൽഹംദുലില്ലാ. ഇനി ഒരു യൂണിറ്റും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഗ്രാമർ പോർഷൻ കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് എക്സാം ഉണ്ടാവുള്ളൂ ഇൻഷാ അല്ലാ. അപ്പോ എല്ലാവരും നിയത്ത് നന്നാക്കുക, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി എന്നുള്ളത് ആ നിയത്ത് ഒന്നുകൂടെ ക്ലിയർ ആക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയുക എല്ലാവരും. ഒപ്പം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓക്കെ. അപ്പോ അൽഹംദുലില്ലാ നമ്മൾ പുതിയ യൂണിറ്റിലേക്ക് കടക്കുകയാണ്. സൂറത്തുൽ ബയ്യിന. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة. ഓക്കെ. ലം യകുനില്ലദീന. ഈ സൂറ എന്താണ് മക്കയിൽ അവതരിച്ചതാണ്, മദീനയിൽ അങ്ങനെ അഭിപ്രായമുണ്ട്. എന്തായാലും നമുക്ക് മനസ്സിലാക്കാം ഇതിൽ എന്താണ് ഉള്ളടക്കം എന്നുള്ളത്. ലം യകുനില്ലദീന കഫറു. ലം യകുനില്ലദീന കഫറു. അപ്പൊ അല്ലദീന അറിയാം അല്ലെ, ഒരു കൂട്ടർ അല്ലെ, കഫറു അവിശ്വസിച്ചവർ. അപ്പം അല്ലദീന കഫറു അവിശ്വസിച്ചവർ അല്ലെ, സത്യനിഷേധികൾ. ലം യകുൻ, ലം എന്ന് പറയുമ്പോ ഇല്ല അല്ല എന്നുള്ളതിനാണ് അല്ലെ. യകൂനു എന്നുള്ളതാണ് ലം ചേരുമ്പോ യകുൻ എന്നാകുന്നത്. അപ്പം ആയിട്ടില്ല, സത്യനിഷേധികൾ ആയിട്ടില്ല. ലം യകുൻ നമ്മൾ വേറെ എവിടെ പഠിച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? ലം യകുൻ, ലം യകുൻ لم يكن الذي كفوا أحد. വലം യകുൻ ലഹു കുഫുവൻ അഹദ്. മാഷാഅല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈർ അല്ലെ. അപ്പൊ ലം യകുൻ കണ്ടോ, ആയിട്ടില്ല. അപ്പൊ ലം ഇല്ല. യകൂനു എന്നുള്ളതാണ് എന്താണ്, യകൂനൂന അല്ലെങ്കിൽ യകൂനു എന്നുള്ളത് ഇട്ട് പൊഴിഞ്ഞിട്ടാണ് യകുൻ എന്നാവുക. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ പഠിക്കും, വഴിയെ പഠിക്കും എന്താണെന്നുള്ളത്. അപ്പൊ ലം യകുനില്ലദീന കഫറു, സത്യനിഷേധികൾ ആയിട്ടില്ല. മിൻ അഹ്ലിൽ കിതാബി. അഹ്ലിൽ കിതാബ് എന്ന് പറഞ്ഞാൽ അറിയാം, വേദക്കാർ. ആരാണ് വേദക്കാർ എന്ന് പറയുന്നത്? അറിയാം, ആരാണ്? ജൂതന്മാരാണോ? ജൂതന്മാരും ക്രിസ്ത്യാനികളും ഉൾപ്പെടെയുള്ളവർ അല്ലെ. വേദം നൽകപ്പെട്ടവർ, വേദങ്ങൾ നൽകപ്പെട്ടവർ അറിയാം. തൗറാത്ത്, സബൂർ, ഇഞ്ചീലൊക്കെ ഖുർആന് മുന്നേ അവതരിച്ച വേദഗ്രന്ഥങ്ങൾ അല്ലെ. അപ്പൊ അതിൽ വിശ്വസിക്കുന്നവർ. അപ്പൊ അഹ്ലിൽ കിതാബ്, മിൻ അഹ്ലിൽ കിതാബി, അപ്പൊ വേദക്കാരിൽപ്പെട്ട അല്ലെങ്കിൽ വേദക്കാരിൽ നിന്നുള്ള. അപ്പൊ സത്യനിഷേധികളും വേദക്കാരിൽ പെട്ടവരെന്താണ്? വൽ മുശ്രിക്കീന. അപ്പം മുശ്രിക്കീങ്ങളും ബഹുദൈവ വിശ്വാസികൾ. മുശ്രിക്കീൻ അറിയാം, മുശ്രിക്കുൻ, മുശ്രിക്കീന അല്ലെങ്കിൽ മുശ്രിക്കൂന. നമ്മൾ പറഞ്ഞു ബഹുവചനം പറഞ്ഞ ഓർമ്മയുണ്ടോ? മുശ്രിക്കുൻ ഏകവചനമാണ്, പുല്ലിംഗ ഏകവചനമാണ്. അതിന്റെ ബഹുവചനം മുശ്രിക്കൂന. അപ്പൊ അത് ഇവിടെ മുശ്രിക്കീന ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? സത്യനിഷേധികൾ ആര്? വേദക്കാരിൽ പെട്ട ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവർ ആയിട്ടില്ല. ഏതുവരെ? മുൻഫക്കീന, വേർപിരിയുന്നവർ ആയിട്ടില്ല. ഹത്ത
ഹത്താ തഅതിയഹുമുൽ ബയ്യിന. അപ്പൊ മുംഫക്കീന ഓക്കെ, എന്താണ് വേർപിരിയുന്നവർ മുംഫക്കീന. ഓക്കെ, ഏത് വരെ? ഹത്താ വരെ തഅതിയഹും അവർക്ക് വരുന്നത് വരെ. അപ്പൊ അവർക്ക് വന്നെത്തുന്നത് വരെ എന്താണ്? അൽ ബയ്യിന വ്യക്തമായ തെളിവ്. അപ്പൊ ഈ സൂറത്തിന്റെ പേരാണ് ബയ്യിന അല്ലെ, സൂറത്തുൽ ബയ്യിന. അപ്പൊ ലം യകുൻ എന്ന് പേരുണ്ട്, സൂറത്ത് ബയ്യിന എന്ന് പേരുണ്ട്, പിന്നെ അങ്ങനെ 3-4 പേരുകൾ ഇതിൽ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പറഞ്ഞു തരാവേ. അപ്പോ ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? വേദക്കാരിൽപ്പെട്ട ബഹുദൈവ വിശ്വാസികളും അല്ലാതെ ഏതാണ് സത്യനിഷേധികൾ ആരൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? വേദക്കാരിൽപ്പെട്ട ആൾക്കാരും അല്ലാതെ ബഹുദൈവ വിശ്വാസികളും ഏതുവരെ അവർ ഭിന്നിപ്പിലായിരുന്നു, അല്ലെങ്കിൽ അവർ വ്യക്തമായ തെളിവ് വന്നെത്തുന്നത് വരെ അവർ വേർപിരിയുന്നവരായിട്ടില്ല. അതായത് അവർക്ക് സത്യം വന്നെത്തുന്നത് വരെ അവരെന്തായിരുന്നു? ഭിന്നിപ്പിലായിരുന്നു. മനസ്സിലായോ? എന്താ കാരണം? കാരണം വേദക്കാർ എന്ന് പറയുന്ന ആരാണ്? ജൂതന്മാരും ക്രിസ്ത്യാനികളും. അപ്പൊ അവർക്ക് നന്നായിട്ട് അറിയാം, അവരുടെ വേദഗ്രന്ഥങ്ങളിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലേ, ഇനി ആര് വരാനുണ്ട്? ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന് നന്നായിട്ട് അതിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം അവർക്ക് നന്നായിട്ട് അറിയാം. സൂറത്തുൽ ബഖറയിലൊക്കെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വേദക്കാർക്ക് അറിയാം, പക്ഷേ അവർക്ക് വ്യക്തമായി ആ ഒരു ബയ്യിന, എന്താണ് വ്യക്തമായ തെളിവ് എന്ന് പറയുന്നത്? ബയ്യിന എന്ന് പറഞ്ഞാല് വ്യക്തമായ തെളിവ്. അപ്പൊ അത് തുടർന്ന് പറയുന്നുണ്ട്, വ്യക്തമായ തെളിവ് ഏതാണ്? റസൂലും മിനല്ലാഹി യത്ലൂ സുഹ്ഫൻ മുതഹ്ഹറ. അതായത് റസൂല് ഒരു ദൂതൻ. അപ്പൊ ഇവിടെ പറയുന്ന വ്യക്തമായ തെളിവ് എന്താണ്? റസൂലാണല്ലേ, ഒരു ദൂതൻ. എവിടെ? മിനല്ലാഹി, അള്ളാഹുൽ നിന്നുള്ള ഒരു ദൂതൻ. ഈ ആയത്ത് കൂടെ കണക്ട് ചെയ്ത് പഠിച്ചിട്ട് നമുക്ക് മൊത്തത്തിൽ പറയാവേ ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്നാലും നിങ്ങൾക്ക് അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. അപ്പൊ അത് മനസ്സിലാക്കുക, റസൂലും ഒരു ദൂതൻ, മിനല്ലാഹി അള്ളാഹുൽ നിന്നുള്ള. എങ്ങനെയുള്ള ദൂതാണ്? യത്ലൂ, അവർക്ക് അദ്ദേഹം വായിച്ച് കേൾപ്പിക്കുന്നു. യത്ലൂ അദ്ദേഹം വായിച്ച് കേൾപ്പിക്കുന്നു. സുഹ്ഫൻ മുതഹ്ഹറ, എന്താണ്? ഏടുകൾ, പവിത്രമായ ഏടുകൾ വായിച്ച് കേൾപ്പിക്കുന്ന ഒരു ദൂതൻ അവർക്ക് വന്നെത്തുന്നത് വരെ അവർ എന്തായിരുന്നു? അവർ ഭിന്നിപ്പിലായിരുന്നു. അവർക്ക് എന്താണ് പല കാര്യങ്ങളിലും, അതായത് അവർക്ക് വന്നിട്ടുള്ള വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അതുവരെയും വിശ്വസിക്കാൻ വയ്യ. കാരണം അവർ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിൽ പങ്കു ചേർത്തു. മനസ്സിലായോ? അവർ അള്ളാഹുവിൽ പങ്കു ചേർത്തു, അള്ളാഹുവിന് സന്താനങ്ങളുണ്ടെന്ന് പറഞ്ഞു, എന്തൊക്കെ വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞു അതിനെല്ലാം ഘടകവിരുദ്ധമായി അവരെല്ലാം പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. അപ്പൊ ഈ വ്യക്തമായ തെളിവ് വന്നെത്തുന്നത് വരേക്കും വന്നെത്തിയിട്ടോ? അപ്പൊ വന്നെത്തിയിട്ടും അവരെന്താണ്? അവരിൽ നിന്നും എന്താണ് വിശ്വാസം സ്വീകരിച്ചത് വളരെ കുറച്ചേ ഉള്ളൂ അല്ലെ. അധിക പേരും ആ ഭിന്നിപ്പിൽ തന്നെ, എന്താണ് ശരിയായ പാതയിലല്ലാതെ അവർ എന്താണ് തെറ്റിൽ തന്നെ അവർ ഉറച്ചു നിന്നു എന്നുള്ളതാണ്. അതിലെന്താണ്? ഫീഹ കുത്തുബുൻ ഖയ്യിമ, ഫീഹ അതിലുണ്ട്, ഏതിലുണ്ട്? ഈ വേദഗ്രന്ഥങ്ങളിലുണ്ട്. അതായത് ഈ ബയ്യിന വ്യക്തമായ ഈ ഏടിൽ എന്തുണ്ട്? കുത്തുബുൻ ഖയ്യിമ, ശരിയായ പ്രമാണങ്ങൾ അതിലുണ്ട്. പറഞ്ഞത് മനസ്സിലായോ? എല്ലാവർക്കും ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ പറഞ്ഞത്? അതായത് എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞത്? സത്യനിഷേധികൾ, വേദക്കാരിൽപ്പെട്ട സത്യനിഷേധികൾ, അപ്പൊ വേദക്കാരിൽപ്പെട്ട സത്യനിഷേധികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൽ നിന്നുള്ള വേദഗ്രന്ഥം കിട്ടിയിട്ടും അവരെന്താണ്? അവരതില് ശരിക്കും ഉറച്ചു നിന്നില്ല അല്ലെ. അവരെന്തായി? അവർ അന്യായമായി അവരിലേക്ക് വന്ന പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞു. പിന്നെന്താണ്? ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിൽ അവർ പങ്കു ചേർത്തു അല്ലെ. അവരെന്താ ചെയ്തത്? അള്ളാഹുവിനെ പങ്കു ചേർത്തു. ഒന്നാമത്തെ കാര്യം അതാണ്. അള്ളാഹുവിന് സന്താനം ഉണ്ടെന്ന് വാദിച്ചു. ആര്? ക്രിസ്ത്യാനികൾ പറഞ്ഞു അള്ളാഹുവിന്റെ സ്വന്തം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലെ. ത്രിയേകത്വം, ഇങ്ങനെയൊക്കെ ജനങ്ങൾ അവരിൽ കൽപ്പിച്ചു. അള്ളാഹുവിനെ അവരെന്താക്കി? ഷിർക്ക് കൽപ്പിച്ചു. അപ്പൊ ജൂതന്മാരെന്താ ചെയ്തത്? അവര് പ്രവാചകന്മാർ വന്നവരെയൊക്കെ അവരിലേക്ക് വന്ന പ്രവാചകന്മാരെ അന്യായമായി കൊന്നുകളഞ്ഞു. തൗറാത്ത് അവർക്ക് അവതരിപ്പിച്ചപ്പോ അതിലുള്ള നിയമങ്ങളൊക്കെ അവര് മാറ്റത്തിരുത്തുകൾ വരുത്തി. അവര് പറഞ്ഞു, ജൂതന്മാർ പറഞ്ഞു എന്താണ്? ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളാണ്, ഒരിക്കലും ഞങ്ങള് നരകത്തില് അധിക നാള് കിടക്കൂല, ഞങ്ങൾക്ക് സ്വർഗമാണ്, ഞങ്ങൾ അള്ളാഹുവിന്റെ ആൾക്കാരാണ്, ഞങ്ങളെ അള്ളാഹുവിന്റെ സന്താനങ്ങളാണെന്ന് അവർ വാദിച്ചു. പോരെ?
എന്തൊക്കെയാണ് അവർ അതിക്രമം കാട്ടിക്കൂട്ടിയത്. അപ്പൊ അവരൊക്കെ എന്താണ് വ്യക്തമായ വേദം അല്ലെ വ്യക്തമായ ഒരു ബയ്യിന തെളിവ് വന്നെത്തുന്നത് വരെ അവർ എന്തായിരുന്നു, അവർ അവിശ്വാസത്തിൽ തന്നെയായിരുന്നു. വന്നപ്പോഴാകട്ടെ എന്തായി, അവരിൽ കുറച്ചുപേര് മാത്രം ആ സത്യവിശ്വാസം ഉൾക്കൊണ്ടു. അല്ലാത്തവരൊക്കെ അങ്ങനെ തന്നെ ആ തെറ്റിൽ തന്നെ ഉറച്ചു നിന്നു. കാരണം എന്താണ്, അവര് ബനു ഇസ്രായേലുകളാണ് അല്ലെ. അവർക്ക് ഭയങ്കരമായ എന്താണ്, കുറച്ച് കുടുംബ മഹിമ, കുലമഹിമയിൽ അവർ ഇങ്ങനെ അഭിമാനം പൂണ്ടിരുന്നു. അവരിലാണ് വേദഗ്രന്ഥം അധികവും വന്നത്, അവതരിച്ചത്. അവരിലാണ് പ്രവാചകത്വം കൂടുതൽ ഉണ്ടായത് അല്ലെ. അപ്പൊ ഇനിയും ഞങ്ങളിൽ തന്നെ വരും എന്നുള്ള ഒരു അഹങ്കാരം അവർക്ക് എന്ത് പറ്റി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ഗ്രൂപ്പിൽ നിന്നാ വന്നത്, ഏത് ഫാമിലിയിൽ നിന്നാ വന്നത്, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലെ. നമ്മൾ മുന്നേ പഠിച്ചു കഴിഞ്ഞു. നമ്മുടെ വംശ പരമ്പരയുടെ പ്രവാചക വംശ പരമ്പരയുടെ പിതാവ് അബുൽ അംബിയ ആരാണ്, ഓർമ്മയുണ്ടോ? ആർക്ക് പറയാം? അബുൽ അംബിയ ഇബ്രാഹിം നബിയാണോ? ഓ എന്താണ്? ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് മുന്നേ ഫാത്തിഹ പഠിച്ചപ്പോഴൊക്കെ, എന്തുകൊണ്ടാണ് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെ ശപിക്കപ്പെട്ടവർ, അള്ളാഹു എന്താണ് കോപിക്കപ്പെട്ടവർ എന്ന് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് നമ്മൾ വളരെ വിശദമായി പഠിച്ചതാണ്. അപ്പോ ഒന്നുകൂടി പറയാം, ഇതിന്റെ ബേസ് എന്താണ്? പ്രവാചക വംശ പരമ്പരയുടെ പിതാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ 2 മക്കള്, എങ്ങനെ? ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. അപ്പൊ ഇസ്ഹാഖ് നബിയുടെ മകനാണ് ആര്? യഅ്കൂബ് നബി. യഅ്കൂബ് നബി അള്ളാഹു വിളിച്ച ഒരു ചെല്ല പേരാണ് എന്താണ്? ഇസ്രായേൽ അല്ലെ, അള്ളാഹുവിന്റെ അടിമ എന്ന് വിളിച്ചത് അല്ലെ. അപ്പൊ അത് യഅ്കൂബ് നബിയുടെ സന്താനം എന്താണ്? യൂസുഫ് നബി അടക്കം 12 മക്കൾ അല്ലെ. യൂസുഫ് നബി അടക്കം അലൈഹി സ്വലാത്തു വസ്സലാം അടക്കം 12 മക്കളടക്കം വലിയ ഒരു എന്താണ് ഗോത്രം, അവരിൽ നിന്നും തലമുറയായി വ്യാപിച്ച വലിയൊരു എന്താണ് വംശ പരമ്പരയാണ്. അള്ളാഹു ആ മൊത്തത്തിൽ എന്താ വിളിച്ചത്? ബനൂ ഇസ്രായേൽ എന്ന്. ക്ലിയർ ആണോ? ബനു ഇസ്രായേൽ. അപ്പൊ നമ്മൾ പഠിച്ചു, യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ എന്തായിരുന്നു, ആ ജനങ്ങളൊക്കെ ശരിക്ക് അള്ളാഹുവിൽ വിശ്വസിച്ച് നല്ല രീതിയിൽ, നല്ല സംസ്കാര സമ്പന്നരായി, എല്ലാ രീതിയിലും ഉന്നതി അല്ലെ, സമൂഹത്തിൽ വളരെ ഉന്നത സ്ഥാനം വഹിച്ചവരായിരുന്നു അവർ. കാലക്രമേണ യൂസുഫ് നബിയുടെ മരണാനന്തരം കാലക്രമേണ എന്തായി, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം കഴിഞ്ഞപ്പോ ക്രമേണ അവര് അധപ്പതനത്തിലേക്ക് കൂപ്പുകുത്തി. അതായത് അവരുടെ ഒന്നാമത്തെ കാര്യം, അവരെന്തായി, അവരുടെ ശരിക്കുള്ള വിശ്വാസം വിട്ടിട്ട് അവരെന്തായി, പശു ആരാധനയിലേക്ക് കടന്നു. അങ്ങനെ മെല്ലെ 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 ആ സമൂഹം ഫിർഔന്റെ കീഴിൽ അല്ലെ, ഖിബ്തി വംശം അവരുടെ കീഴില് അടിമകളായി ബനൂ ഇസ്രായേൽ കഴിയേണ്ടി വന്നു. മനസ്സിലായോ? ഇതാണ് ബേസ്. ഇവിടെ എന്താണ്, അപ്പോൾ ആ കാലഘട്ടത്തിലാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു അയക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഫിറൗനോട് തൗഹീദ് പറയാനും, അള്ളാഹു മാത്രമാണ് ആരാധന അല്ലെ, അള്ളാഹു ആണ് ഇലാഹ് എന്ന് പറയാനും, അള്ളാഹു മാത്രമാണെന്ന് പറയാനും, പിന്നെന്താണ്, ബനൂ ഇസ്രായേലിനെ ഈ ഫിറൗന്റെ കീഴിൽ നിന്നും രക്ഷപ്പെടുത്താനായിട്ട്. അങ്ങനെയുള്ള തുടർന്ന സംഭവ പരമ്പരകളൊക്കെ നമുക്കറിയാം അല്ലെ. ചെങ്കടൽ കടന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുന്നതും അല്ലെ, വടി പാമ്പാകുന്ന, അങ്ങനെ അങ്ങനെ പല ചരിത്ര സംഭവങ്ങളും നമുക്കറിയാം. പക്ഷെ എന്താണ്, അവർക്ക് ഇതൊക്കെ കണ്ടിട്ടും, അവരുടെ കൺമുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ അവരുടെ കൺമുന്നിൽ കണ്ടിട്ട് പോലും ഈ ബനൂ ഇസ്രായേൽ എന്തായി, അഹങ്കാരികളായിരുന്നു അല്ലെ. ചെങ്കടൽ കടന്ന് അവര് തൂർ പർവ്വത താഴ്വരയിൽ വന്നു. അവര് സീനായുടെ താഴ്വരയിലൊക്കെ അവരിങ്ങനെ വസിക്കുന്ന സമയത്ത് അവർക്ക് ആഹാരം, വെള്ളം, എന്താ എല്ലാം ചോദിച്ചതെല്ലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അല്ലെ, അള്ളാഹു എന്ത് കൊടുത്തു? മൂസാ നബി ചോദിച്ചപ്പോഴൊക്കെ, അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചപ്പോഴൊക്കെ ആഹാരം, മന്ന, സൽവ ആകാശത്ത് ഇറക്കി കൊടുത്തു. പിന്നെന്താ, വെള്ളം ചോദിച്ചപ്പോ വടികൊണ്ട് പാറകളിൽ അടിച്ച് 12 ഉറവ ഇപ്പോഴും ഉണ്ട്. ഒയൂൻ മൂസ എന്ന് പറഞ്ഞ് ആ വെള്ളം വരുന്ന സ്ഥലങ്ങൾ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും എന്നാണ് ചരിത്രത്തിൽ മനസ്സിലാക്കാൻ കഴിയുക. അപ്പൊ അതൊക്കെ അവരുടെ കൺമുന്നിൽ അല്ലെ, വ്യക്തമായി അവർക്ക് അനുഭവിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇതെല്ലാം കൊടുത്തിട്ടും അവർ പിന്നെയും ചോദിക്കുന്നത്, മൂസ ഞങ്ങൾക്ക് ആരാധിക്കാൻ ഒരു ദൈവത്തെ താ എന്ന് ചോദിച്ച ജനതയാണ്.
അവരെ ഫലസ്തീൻ, അതായത് ബൈത്തുൽ മുഖദ്ദിസിലേക്ക്, അവിടെ ഫലസ്തീൻ കീഴടക്കാൻ പോകാൻ പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? മൂസ നീ നിന്റെ റബ്ബും പൊയ്ക്കോ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞ ഒരു ജനതയാണ് ബനൂ ഇസ്രായേൽ. ഒരുപാട് നിറയെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അവരുടെ കൺമുന്നിൽ വന്നിട്ടും കൊച്ചു കുട്ടികളെ പോലെ പിന്നെയും അവര് തെറ്റിലേക്ക്, ശിർക്കിലേക്ക്, പശുവാരാധന, അങ്ങനെ അവരെ തോന്നിയവാസമായിരുന്നു അവർക്ക്. അപ്പോ ഇത് കഴിഞ്ഞ് കുറച്ചു കാലത്തിനകം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരിൽ നിന്നും വിട വാങ്ങി, അല്ലെ, മരണപ്പെട്ടു പോയി. പക്ഷെ അത് കഴിഞ്ഞ് കുറെ കാലം ഇവരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞു എന്നാണ് സീനാ താഴ്വര. മനസ്സിലായില്ലേ? അപ്പൊ അത്രയ്ക്ക്, കാരണം വേദഗ്രന്ഥം വാങ്ങാൻ പോയിട്ട് തൗറാത്ത് വാങ്ങാൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പർവ്വതത്തിലേക്ക് പോയി വാങ്ങിക്കൊണ്ട് വന്നു. ഇതെല്ലാം വ്യക്തമായി കണ്ടിട്ട് പോലും ഈ ജനതയെല്ലാം അഹങ്കാരികളായിരുന്നു, തോന്നിയവാസികളായിരുന്നു. അത് കാലം കഴിഞ്ഞ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം കഴിഞ്ഞ് ക്രമേണ ഷുഐബ്, അയ്യൂബ്, ഇങ്ങനെ ഓരോ പ്രവാചകന്മാര്, സുലൈമാൻ നബി, അയ്യൂബ്, അങ്ങനെ ദാവൂദ് നബി, എല്ലാ പ്രവാചകന്മാരും ഇവരിൽ നിന്ന് തന്നെയാണ് വന്നത്. യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, സക്കരിയ നബി അലൈഹി സ്വലാം. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നപ്പോ ഇവർക്ക് എന്താണ് ഇവരുടെ ഒരു ധാരണ? ഞങ്ങളിൽ തന്നെ വേദഗ്രന്ഥങ്ങളൊക്കെ അവതരിക്കുന്നുണ്ട്, ഞങ്ങളിൽ തന്നെ പ്രവാചകന്മാർ വരുന്നുണ്ട്. അപ്പൊ അധികം ലോകം കണ്ട വൻ ചക്രവർത്തിമാരൊക്കെ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉൾപ്പെടെ പല വ്യക്തിത്വങ്ങൾ, അതേ ഏറ്റവും വലിയ ചക്രവർത്തിയും രാജാക്കന്മാരും അതുപോലെ പ്രവാചകന്മാരെല്ലാം വന്നത് ഈ സമൂഹത്തിലേക്കാണ്, ബനൂ ഇസ്രായേൽ എന്നുള്ളത്. നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കുക, ഇതാണ് ബഖറയിലും പല സൂറത്തുകളിലും യാ ബനി ഇസ്രായേൽ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ദയവായിട്ട് നമ്മൾ എപ്പോഴും ഓതുമ്പോൾ ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ല വെറുതെ ഒരു വായനയല്ല, നമ്മൾ മനസ്സിലാക്കുക, ചരിത്രം മനസ്സിലാക്കുക. ഒരുപാട് ഗുണപാഠങ്ങൾ ഇതിലെല്ലാം നമുക്ക് ഉറങ്ങിക്കിടപ്പുണ്ട്. നമ്മളത് ഓരോ ആയത്തിനും അർത്ഥങ്ങൾ വായിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ ഖുർആനെ ജീവിക്കുന്നത്, അല്ലെ, ജീവിപ്പിക്കുന്നതൊക്കെ. അല്ലാതെ വെറുതെ ഓതി വെക്കലല്ല. ഇത്രയും വലിയൊരു ചരിത്രം ഇതിന്റെ പുറകിലുണ്ട്. അപ്പോ ഈ അധികവും വേദക്കാരിൽ പെട്ടവർക്ക് എന്താ സംഭവിച്ചത്? അവർക്ക് കിട്ടിയ വേദങ്ങളൊന്നും അവർ സംരക്ഷിച്ചില്ല. അവർ തോന്നുമ്പാട് അതൊക്കെ മാറ്റത്തിരുത്തൽ വരുത്തി. ഇഷ്ടമുള്ള നിയമം അവർക്ക് പറ്റൂല, അള്ളാഹു പറയുന്ന നിയമങ്ങളൊന്നും അവർക്ക് പറ്റൂല, അവരവരുടെ ഇഷ്ടത്തിനൊക്കെ കൂട്ടിച്ചേർത്തു. പോരെ? അപ്പോ ഇതിൽ പറ എന്താണ് അക്രമം? അള്ളാഹുവിന് പങ്കു ചേർത്തു, പോരാത്തതിന് വേദഗ്രന്ഥങ്ങൾ മാറ്റത്തിരുത്തൽ വരുത്തി, മൂന്നാമത് പ്രവാചകന്മാരെ അന്യായമായി കൊന്നുകളഞ്ഞു. ഇത് വലിയൊരു സംഭവമാണ് കേട്ടോ. ഒരുപാട് പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞു. യഹ്യാ നബി, സക്കരിയ നബി, അവര് തല അറുത്തു എന്നാ പറയുന്നത്. അർമിയ, അതുപോലെ അവരൊക്കെ ജയിലിൽ അടയ്ക്കപ്പെട്ടു എന്നൊക്കെയാണ് ചരിത്രങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അത്രയ്ക്കും താന്തോന്നികളായിരുന്നു. അപ്പൊ അവരുടെ വിശ്വാസം എന്തായിരുന്നു? ഈ തൗറാത്തിലും സബൂറിലും ഇഞ്ചിയിലൊക്കെ എന്ത് പറയുന്നുണ്ട്? ഇനിയൊരു പ്രവാചകൻ വരുന്നുണ്ട്. ആ ഒരു പ്രതീക്ഷയോടെ അവരിയ്ക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ മദീനയിലാണ് ആരുള്ളത്? ജൂതന്മാരുള്ളത്, അല്ലെ? വേദക്കാര് മദീനയിലാണുള്ളത്. അപ്പൊ ഇവരുടെ പ്രതീക്ഷ എന്താണ്? നമുക്കിനി വരുന്ന പ്രവാചകൻ ഞങ്ങളിൽ നിന്നായിരിക്കും എന്ന് ഇവർ കാതോർത്ത്, അല്ലെ, കണ്ണും കൂർപ്പിച്ച് കാതും കൂർപ്പിച്ചൊക്കെ ഇരുന്നു എന്ന് പറയില്ലേ, എന്നതുപോലെ ഒരു വളരെ ആകാംക്ഷയോടെ ഇരുന്നു. പക്ഷെ വന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അറബ് വംശത്തിൽ നിന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ അസൂയയും അഹങ്കാരവും തന്നെയാണ് അവർ ഇന്നും വരെയും, ഈ നിമിഷം വരെയും മുസ്ലിങ്ങളോട് അവർ കാട്ടിക്കൊണ്ടിരിക്കുന്നു, ജൂതന്മാരും ക്രിസ്ത്യാനികളും. ഓക്കെ, എല്ലാവരും അല്ല, അത് ക്രൂരതയും അങ്ങനെയുള്ള കുറെ ഇത് ഉള്ളവർ അതങ്ങനെ തന്നെയാണ്. നമ്മൾ കാണുന്നുണ്ടല്ലോ, ഫലസ്തീന്റെ സംഭവമൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, അല്ലെ? അപ്പൊ അത് മനസ്സിലാക്കി. ഇതാണ് അവരുടെ ഏറ്റവും വലിയ ഇതിൽ നിന്നും അതാ ഈ ആയത്തിൽ പറഞ്ഞത്, വ്യക്തമായ തെളിവ് വന്നെത്തുന്നത് വരെ അവരെങ്ങനെയാ, അവർ അവിശ്വാസത്തിൽ തന്നെ ആയിട്ടില്ല, പക്ഷെ പിന്നെ ആയിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. വ്യക്തമായ വ്യക്തമായ തെളിവ്, ബയ്യിന. അപ്പൊ ആ ബയ്യിന എന്ന് പറയുന്നത് എന്താണ്? റസൂലാണ്, അല്ലെ? അവർക്ക് വ്യക്തമായി കാണുന്നുണ്ട് അവർ ആ പ്രവാചകൻ, എന്നിട്ട് അവർ അംഗീകരിക്കുന്നില്ല. റസൂലും മിനല്ലാഹി, അള്ളാഹുവിൽ നിന്നുള്ള ഒരു ദൂതൻ. യത്ലു, അദ്ദേഹമാകട്ടെ എന്ത് ചെയ്യുന്നു? വായിച്ചു കേൾപ്പിക്കുന്നു, അല്ലെ? എഴുതിയത് വായിക്കുന്നല്ല, യത്ലു, അല്ലെ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുന്നു, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായിക്കുന്നു, അതിനെ എഴുതിയെടുക്കലാണ്, അല്ലെ, സഹാബാക്കള്, അല്ലെ? സുഹഫൻ മുത്തഹറ, എന്താണ്? ഏടുകളാണ്. മുത്തഹറ, പവിത്രമായ. പവിത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സ്വയം ശുദ്ധവുമാണ്, മറ്റൊന്നിനെ ശുദ്ധീകരിക്കുന്നതുമാണ്, അല്ലെ? മനസ്സിലായി? തൊഹറ, തൊഹുറായ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സ്വയം ശുദ്ധവുമാണ്, മറ്റൊന്നിനെ ശുദ്ധീകരിക്കുന്നതുമാണ്. എന്നതുപോലെ ആ ഏടുകൾ, ഖുർആൻ എന്താണ്? അത് ശുദ്ധമാണ്, അല്ലെ?
അത് ഒന്നും ഒരു കോട്ടവും വരാത്ത, ഒരു തെറ്റുകളും അല്ലെങ്കിൽ ഒരു മോശത്തരങ്ങളും ഒരു മലീമസമാകാത്ത ഒന്നും അതിനെ എന്താണ് കലർപ്പില്ലാത്ത ശുദ്ധമായ പവിത്രമായ ഏടുകളാണ് മുത്തഹറ. അത് ഖുർആനാണ് അല്ലെ, സുഹഫൻ മുത്തഹറ. ഓക്കെ, ഒന്നുകൂടെ ആയത്തുകൾ നോക്കിയേ. ലം യക്കുൻ, ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ? മാഷാ അല്ലാ. ഓക്കെ, അപ്പൊ ലം യക്കുൻ ആയിട്ടില്ല, അല്ലദീന കഫറു സത്യനിഷേധികൾ. ഓക്കെ, മിൻ അഹ്ലിൽ കിതാബി വേദക്കാരിൽപ്പെട്ട. അപ്പൊ വേദക്കാരിൽപ്പെട്ട സത്യനിഷേധികൾ, അപ്പൊ സത്യം ഉൾക്കൊള്ളുന്ന ആൾക്കാർ അതിലുണ്ട് കേട്ടോ. അപ്പൊ മിൻ അഹ്ലിൽ കിതാബി വേദക്കാരിൽപ്പെട്ട. പിന്നെ എന്താണ്? വൽ മുശ്രിക്കിന, അപ്പൊ ബഹുദൈവ വിശ്വാസികളിലും ബഹുദൈവ വിശ്വാസികളിലും മുൻഫക്കീന വേർപിരിയുന്നവർ. ഹത്താ തഅ്തിയഹും, ഹത്താ വരെ, തഅ്തിയഹും അവർക്ക് വന്നെത്തുന്നവരെ. ഏത് വന്നെത്തുന്നത് വരെ? അൽ ബയ്യിന വ്യക്തമായ തെളിവ് വന്നെത്തുന്നത് വരെ. റസൂലുൻ ഒരു ദൂതൻ, മിനല്ലാഹി അല്ലാഹുവിൽ നിന്നുള്ള, യത്ലു അദ്ദേഹം വായിച്ചു കേൾപ്പിക്കുന്നു, സുഹഫൻ മുതഹറ സുഹഫൻ ഏടുകൾ, മുതഹറ പവിത്രമായ. അപ്പൊ റസൂലിന്റെ ജംആണ് റസൂലുൻ, ബഹുവചനം കണ്ടോ, റസൂലുൻ റുസുലുൻ. നബിയുൻ അതിന്റെ ബഹുവചനമാണ്, ജംആണ് നബിയൂൻ അല്ലെങ്കിൽ അംബിയാ. ഓക്കെ, അംബിയാ. പിന്നെന്താണ്? ഫീഹ അതിലുണ്ട്. നമ്മൾ പറഞ്ഞു ഫീഹി ഫീഹിം, ഫീക ഫീക്കും, പിന്നെന്താണ്? ഫിയ ഫീന ഫീഹ. അപ്പൊ ഇവിടെ എന്താണ്? ഫീഹി അല്ലെ, ഫീഹി. അപ്പൊ ഫീഹ അതിലുണ്ട് കേട്ടോ. കുത്തുബായതുകൊണ്ടാണ് ഫീഹ അതിലുണ്ട്. കുത്തുബുൻ ഖയ്യിമ ശരിയായ, ഫീഹ അതിലുണ്ട്. ക്ലിയർ ആണോ? കുത്തുബുൻ പ്രമാണങ്ങൾ, ഖയ്യിമ ശരിയായ കേട്ടോ. അപ്പൊ ഫീഹ എന്ന് പറയുമ്പോ അവളിൽ നിന്ന് വരും, അതിൽ നിന്നും വരും. ക്ലിയർ ആണോ എല്ലാവർക്കും? ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ പോർഷൻ. അപ്പോ ആർക്ക് പറയാം അതിന്റെ അർത്ഥം ഒന്ന് നോക്കിയിട്ട് പറയാവോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആരും മിണ്ടുന്നില്ല. ക്ലിയർ ആണ്. പറയട്ടെ. ലം യക്കുനില്ലദീന കഫറു സത്യനിഷേധികളായിട്ടില്ല, മിൻ അഹ്ലിൽ കിതാബി വേദക്കാരിൽപ്പെട്ട, വൽ മുശ്രിക്കീന മുംഫിക്കീന ബഹുദൈവ വിശ്വാസികളും, മുംഫിക്കീന വേർപിരിയുന്നവർ, ഹത്താ തഅ്തിയഹുമുൽ ബയ്യിന വ്യക്തമായ തെളിവ് വന്നെത്തുന്നത് വരെ അവർ വേർപിരിയുന്നവർ ആയിട്ടില്ല. റസൂലും മിനല്ലാഹി അള്ളാഹുവിൽ നിന്നുള്ള ഒരു ദൂതൻ, യത്ലു സുഹുഫൻ അദ്ദേഹം വായിച്ചു കേൾപ്പിക്കുന്നു ഏടുകൾ, മുതഹറ പവിത്രമായ, ഫീഹ കുത്തുബുൻ ഖയ്യിമ അതിലുണ്ട് ശരിയായ പ്രമാണങ്ങൾ. അപ്പോ ഇതില് നമുക്ക് മൊത്തത്തിൽ എന്ത് മനസ്സിലാക്കാം? ഈ 3 ആയത്തും കൂടെ ചേർത്ത് നമുക്ക് ഇങ്ങനെ പറയാം. എങ്ങനെ? അതായത് യാതൊരു തരത്തിലുള്ള വക്രതയോ കോട്ടമോ ഇല്ലാത്തതും ശരിക്ക് ചൊവ്വിനുള്ളതുമായ നിയമങ്ങളും തത്വങ്ങളും ഉൾക്കൊള്ളുന്ന പരിശുദ്ധമായ ചില ഏടുകളിലായി രേഖപ്പെടുത്തി സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള ഖുർആൻ വചനങ്ങൾ അത് ഓതി കേൾപ്പിക്കുന്ന ഒരു റസൂൽ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സുവ്യക്തമായ തെളിവുകൾ സഹിതം വന്നെത്തുന്നതുവരെയും വേദക്കാരും മുശ്രിക്കുകളുമാകുന്ന അവിശ്വാസികൾ. അപ്പൊ വേദക്കാരും മുശ്രിക്കുകളുമാകുന്ന അവിശ്വാസികൾ ഓക്കെ അവരുടെ ദുർമാർഗത്തിൽ ചിരകാലമായി ഉറച്ചു നിന്ന് വരികയായിരുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനും വരുന്നത് വരെ അവരെന്താണ് കുറെ കാലങ്ങളായി ദുർമാർഗത്തിൽ അവർ ഉറച്ചു നിന്ന് വരികയായിരുന്നു. റസൂൽ വന്ന് ഖുർആൻ ഓതി കേൾപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവരിൽ നിന്ന് ചിലർ വേറിട്ട് പോന്ന് രക്ഷപ്പെടുവാൻ തുടങ്ങിയത്. അപ്പൊ അതിന് ഉദാഹരണം നമുക്ക് പറയാം. അബ്ദുല്ലാഹിബ്നു സലാം അദ്ദേഹം എന്താണ് ജൂതനായിരുന്നു അല്ലെ, അവര് ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹം എന്താണ് ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടതിന് ശേഷം ഇസ്ലാം സ്വീകരിച്ചു എന്നാണ്. അപ്പൊ ചിലരൊക്കെ എന്താണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടു വരുവാൻ തുടങ്ങി. മറ്റുള്ളവരാകട്ടെ ഭിന്നിപ്പിലും നിഷേധത്തിലും മുഴുകുകയും ചെയ്തു. ഇതാണ് ഇത് മൊത്തത്തിലുള്ള ഈ 3 ആയത്തിന്റെ അർത്ഥം ഉൾക്കൊള്ളുന്നത്. ഒരാൾ കൂടെ പറയാമോ? ഓക്കെ,
ഞാൻ പറയാം. ലം യകുനില്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന. ലം യകുനി ആയിട്ടില്ല, അല്ലദീന കഫറു സത്യനിഷേധികൾ, മിൻ അഹ്ലിൽ കിതാബി വേദക്കാരിൽപ്പെട്ട, വൽ മുശ്രിക്കീന ബഹുദൈവ വിശ്വാസികളിലും, മുൻഫക്കീന വേർപിരിയുന്നവർ, ഹത്താ തഅതിയഹും അവർക്ക് വന്നെത്തുന്നത് വരെ, അൽ ബയ്യിന വ്യക്തമായ തെളിവ്. റസൂലും മിനല്ലാഹി യത്ലു സുഹുഫൻ മുതഹ്ഹറ. റസൂലും ഒരു ദൂതൻ, മിനല്ലാഹി അള്ളാഹുവിൽ നിന്നുള്ള, യത്ലു അദ്ദേഹം വായിച്ചു കേൾപ്പിക്കുന്നു, സുഹുഫൻ ഏടുകൾ, മുതഹ്ഹറ പവിത്രമായ. ഫീഹ കുത്തുബുൻ ഖയ്യിമ. ഫീഹ അതിലുണ്ട്, കുത്തുബുൻ പ്രമാണങ്ങൾ, ഖയ്യിമ ശരിയായ. കിതാബ് കത്തബ യക്തുബു അതാണ് കുത്തുബുൻ കേട്ടോ, അതാണ് കുത്തുബുൻ. തല എന്നുള്ളതാണ് യത്ലു, തല വായിച്ചു, യത്ലു വായിക്കുന്നു, യത്ലു. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? നെക്സ്റ്റ്. അപ്പം ഒന്നുകൂടെ ഒരാൾ കൂടെ പറയാവോ, അർത്ഥം പറയാവോ? അത്താന്നുള്ളതാണ് ഒന്ന് നിക്കണേ. യത്തി എന്നുള്ളത് അത്താ യത്തി, അതാണ് തഅതിയഹും അവർക്ക് വന്നെത്തുന്നത് വരെ. അതാണ് യത്തി, അതാണ് തഅതി ആയത് കേട്ടോ. തഅതി യത്തി. അത്ത എന്നുള്ളതാണ് എന്റെ പാസ്റ്റ് ടെൻസ്, പൂർണ്ണക്രിയ. അത്ത യത്തി, അതാണ് തഅതിയഹും അവർക്ക് വന്നെത്തുന്നത് വരെ. ഓക്കെ, പറഞ്ഞോളി, അർത്ഥം പറയൂ. ലം യകുനി ആയിട്ടില്ല, അല്ലദീന കഫറു സത്യനിഷേധികൾ, മിൻ അഹ്ലിൽ കിതാബി വേദക്കാരിൽപ്പെട്ട, വൽ മുശ്രിക്കീന ബഹുദൈവ വിശ്വാസികളിലും, മുൻഫക്കീന വേർപിരിയുന്നവർ, ഹത്താ തഅതിയം അവർക്ക് വന്നെത്തുന്നത് വരെ, അൽ ബയ്യിന വ്യക്തമായ തെളിവ്. റസൂലും ഒരു ദൂതൻ, മിനല്ലാഹി അള്ളാഹുവിൽ നിന്നുള്ള, യത്ലു അദ്ദേഹം വായിച്ചു കേൾപ്പിക്കുന്നു, സുഹ്ഫൻ ഏടുകൾ, മുത്തഹറ പവിത്രമായ. ഫീഹ അതിലുണ്ട്, കുത്തുബുൻ പ്രമാണങ്ങൾ, ഖയ്യിമ ശരിയായ. കിതാബുൻ ജമാണ് കുത്തുബുൻ. കണ്ടോ, കിതാബുൻ ജമ എന്താണ്, ബഹുവചനം കുത്തുബുൻ. ഓക്കെ, അതുപോലെ റസൂലുൻ ജമ എന്താണ്, ബഹുവചനം എന്താണ്, റുസുലുൻ. റസൂലുൻ റുസുലുൻ. നബിയുൻ ജമ എന്താണ്, നബിയൂന, അല്ലെങ്കിൽ അംബിയാ. നബിയീന അംബിയ. നബിയൂന പറയാം, ഇത് നബിയൂന നമുക്ക് എപ്പോ എടുക്കാം. നബിയൂന അംബിയ, അംബിയ എന്നും പറയും കേട്ടോ. സ്വഹീഫത്തുനാണ് സുഹ്ഫുൻ, ഇതിൽ കൊടുത്തിട്ടില്ല. സ്വഹീഫത്തുൻ നോക്കട്ടെ. ഓക്കെ, ഇനി ആർക്ക് പറയാം? ഇത് നമുക്ക് ഇത് മാത്രം കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നോക്കാം. ഈ സ്ക്രീൻ കണ്ടിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നോക്കാവോ? ആർക്ക് പറയാം? ഒന്ന് ട്രൈ ചെയ്തേ. ഷബാന ഉണ്ടോ? സുമരിയ, ഷക്കിയ? ശ്രമിച്ചു നോക്കട്ടെ. ലം യക്കുനി ആയിട്ടില്ല, അല്ലദീന കഫറു സത്യനിഷേധികൾ, മിൻ അഹ്ലിൽ കിതാബ് വേദക്കാരിൽപ്പെട്ട, വൽ മുശ്രിക്കീന ബഹുദൈവ വിശ്വാസികളിലും, മുൻഫക്കീന വേർപിരിയുന്നവർ, ഹത്ത വരെ, തഅതിയഹും അവർക്ക് വന്നെത്തുന്നത് വരെ, അൽ ബയ്യിന വ്യക്തമായ തെളിവ്. ജസാക്കുല്ലാഹ് ഖൈർ, ജസാക്കുല്ലാഹ് ഖൈർ, ബാറക്കല്ലാഹ് ഫീക്, അഹ്സൻത്, അഹ്സൻത് മാഷാ. റസൂലുൻ ഒരു ദൂതൻ, മിനല്ലാഹി അള്ളാഹുവിൽ നിന്നുള്ള, യത്ലു അദ്ദേഹം വായിച്ചു കേൾപ്പിക്കുന്നു, സുഹുഫൻ ഏടുകൾ, മുതഹ്ഹറ പവിത്രമായ. ഫീഹ അതിലുണ്ട്, കുത്തുബുൻ പ്രമാണങ്ങള്, ഖയ്യിമ ശരിയായ. വക്രതയില്ലാത്ത അല്ലെ, ഖയ്യിമ വക്രതയില്ലാത്ത. മാഷാ അല്ലാഹ്, വ്യക്തമായ. മാഷാ ജസാക്കുല്ലാഹ് ഖൈർ. അത് വക്രതയില്ലാത്തതാണ്. ഖയ്യിമ എന്ന് പറയുമ്പോ വക്രതയില്ലാത്തത്, ശരിയായ എന്നുള്ളതാണ്, ശരിയായ. മാഷാ അല്ലാഹ്, ജസാക്കുല്ലാഹ് ഖൈർ. ഇതുപോലെ ആർക്ക് പറയാം? ഇപ്പൊ നമുക്ക് പഠിച്ചു തന്നെ പോകാൻ പറ്റും, അതുകൊണ്ടാ. ആർക്ക് പറയാം? വന്നോളി. റഹീന ഉണ്ടോ? റഹീനത്ത, പിന്നെ വേറെ ആരാണ്? മുന്താസ്ത, റംലാത്ത, സബീന, സീന, ആരൊക്കെ ഉണ്ട്?
പേര് വിളിക്കാത്തവർക്കും പറയാട്ടോ. ഇല്ല, ഓർമ്മയിലൊന്നും പേരുകൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ബബിത എത്തുണ്ടോ? മുനീറ എത്താ? വേറെ ആരാ? പറഞ്ഞോളി. ആരുമില്ല? പറയട്ടെ. പറഞ്ഞോളൂ. ലം യകുനില്ലദീന ആയിട്ടില്ല കഫറു സത്യനിഷേധികൾ മിൻ അഹ്ലിൽ കിതാബി വേദക്കാരിൽപ്പെട്ട വൽ മുശ്രിക്കീന മുശ്രിക്കീങ്ങൾ മുൻഫക്കീന വേർപിരിയുന്നവരായിട്ട് ഹത്താ തഅതിയഹുമുൽ ബയ്യിന വ്യക്തമായ തെളിവ് വന്നെത്തുന്നത് വരെ റസൂലുൻ മിനല്ലാഹി അള്ളാഹുവിൽ നിന്നുള്ള ഒരു റസൂല് യത്ലു വായിപ്പിക്കപ്പെട്ടു അദ്ദേഹം വായിച്ചു കേൾപ്പിക്കുന്നു. വായിച്ചു കേൾപ്പിച്ചു സൂഫൻ മുത്തഹറ പരിശുദ്ധമായ ഏടുകൾ ഫീഹൻ അതിലുണ്ട് കുത്തുബുൻ കയ്യിമ ശരിയായ പ്രമാണങ്ങൾ. വ്യക്തമായ ചൊവ്വായുള്ളത് അല്ലെ, ബലവത്തായ ശരിയായുള്ള വ്യക്തമായ രേഖകൾ, ബലവത്തായ രേഖകൾ അതിലുണ്ട്. അപ്പൊ അൽഹംദുലില്ലാ, നിങ്ങൾ സ്ക്രീന് കാണിച്ച് പറയുന്നെങ്കിൽ പറയാം. ആരെങ്കിലും ഉണ്ടോ? ഒരാളൂടെ പറയും, ക്ലിയർ ആവും. ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ നോർമലി നമ്മൾ പറഞ്ഞല്ലേ, മുശ്രിക്കുൻ മുശ്രിക്കൂന, മുസ്ലിമുൻ മുസ്ലിമൂന. അപ്പൊ ഇവിടെ മുശ്രിക്കീന എന്ന് കണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചേ, കണ്ടോ? മുശ്രിക്കൂന വരേണ്ടത് എന്തുകൊണ്ട് മുശ്രിക്കീനായി? വാവ് വന്നുകൊണ്ട് വൽ മുശ്രിക്കീന. കേട്ടോ? വാവ് വന്നപ്പോ വൽ മുശ്രിക്കീന. അത് തൊട്ട് മുന്നുള്ളത് മിൻ അഹ്ലിൽ കിതാബിയാണ്. അപ്പൊ അവിടെ എന്താണ്? കസ്ർ ചെയ്യപ്പെട്ട് വന്നു, വാവ് ആൻഡാക്കി ചേർത്ത് പറഞ്ഞപ്പോ വൽ മുശ്രിക്കീന. കേട്ടോ? അതുപോലെ മുൻഫക്കീന, അവിടെയും അങ്ങനെയാണ് ഈന രൂപത്തിൽ കാണപ്പെടുന്നത്. അപ്പൊ ഊന എന്നുള്ളത് ഈന രൂപത്തിൽ കണ്ടത് കണ്ടോ? ഇങ്ങനെയാണ് വരിക. ഇനിയും പല സ്ഥലങ്ങൾ ഇങ്ങനെ വരും. ഇൻഷാ അല്ലാഹ് വഴിയെ മനസ്സിലാക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? എന്താണ് കുട്ടികളെ? മിണ്ടു, ഉത്തരം പറയൂ. ആയത്തുകളൊക്കെ തറവായിട്ടുണ്ട്. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറൻ. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചു വന്ന എന്താണ് വെർബ് ഏതിലാണ് നമ്മൾ എത്തിയത്? ഫതഹ യഫ്തഹു, നസറ യൻസുറു, ളറബ യദ്രിബു, സമിഅ യസ്മഉ. നമ്മളിപ്പോ പഠിച്ചത് നസറ യൻസുറുലാണ് അല്ലേ? ആണോ? അതെ. ഓക്കെ. അപ്പൊ നസറ ഫാമിലിയിൽപ്പെട്ട അടുത്ത ആൾക്കാരെയാണ് നമ്മൾ പഠിക്കുന്നത്. ദക്കറ, ദക്കറു വിത്ത് കീപ്പ്. എല്ലാം റെഡി ആണോ? ഒന്ന് പറയാവോ? ഒരുമിച്ച് പറയാം. റെഡി? വലതുവശത്തേക്ക് കൈ ചൂണ്ടുക. ദക്കറ, ദക്കറു, ദക്കർത്ത, ദക്കർത്തും, ദക്കർത്തു, ദക്കർന, യദ്കുറു, യദ്കുറൂന, തദ്കുറു, തദ്കുറൂന, അദ്കുറു, നദ്കുറു. ദക്കറ എന്നുള്ള പദം എന്താണ്? ഓർമ്മിച്ചു അല്ലെ? ഓർമ്മിച്ചു. ഓക്കെ. അപ്പൊ കൽപ്പന എങ്ങനെയായിരിക്കും? ഉദ്കുർ, നീ ഓർക്കൂ അല്ലെ? ഉദ്കുറു, നിങ്ങൾ ഓർമ്മിക്കൂ. ലാ തദ്കുർ, നീ ഓർക്കരുത്. ലാ തദ്കുറു, നിങ്ങൾ ഓർമ്മിക്കരുത്. ഓക്കെ. ദാക്കിറുൻ, മദ്കൂറുൻ, ദിക്റുൻ. ദാക്കിറുൻ, മദ്കൂറുൻ, ദിക്റുൻ. നമുക്ക് ദിക്ർ കിട്ടിയുണ്ടോ? എങ്ങനെയാ ദിക്ർ വന്നത്? ഓർമ്മ, സ്മരണ എന്നുള്ളത് ദിക്റുൻ. ഉണ്ടോ? കർത്താവ് കർമ്മം, ക്രിയാധാതു. ഓക്കെ. ഹിയ ദക്കറത് സ്ത്രീലിംഗം, ഹിയ തദ്കുറു. ക്ലിയർ ആണോ? ആർക്ക് പറയാം? ആദ്യം ഒന്ന് അർത്ഥത്തോടെ പറയാൻ നോക്കട്ടോ. ദക്കറ, അവൻ ഓർമ്മിച്ചു. ദക്കറു, അവർ ഓർമ്മിച്ചു. പറയാവോ? കമലത്ത പറഞ്ഞോളി. ദക്കറ അവൻ ഓർമ്മിച്ചു, ദക്കറു അവർ ഓർമ്മിച്ചു, ദക്കർത്ത നീ ഓർമ്മിച്ചു, ദക്കർത്തും നിങ്ങൾ ഓർമ്മിച്ചു, ദക്കർത്തു ഞാൻ ഓർമ്മിച്ചു, ദക്കർന ഞങ്ങൾ ഓർമ്മിച്ചു. യദ്കുറു അവൻ ഓർമ്മിക്കുന്നു, യദ്കുറൂന അവർ ഓർമ്മിക്കുന്നു, തദ്കുറു നീ ഓർമ്മിക്കുന്നു, തദ്കുറൂന നിങ്ങൾ ഓർമ്മിക്കുന്നു, അദ്കുറു ഞാൻ ഓർമ്മിക്കുന്നു, നദ്കുറു ഞങ്ങൾ ഓർമ്മിക്കുന്നു. ഉദ്കുർ നീ ഓർമ്മിക്കൂ, ഉദ്കുറു നിങ്ങൾ ഓർമ്മിക്കൂ, ലാ തദ്കുറു നിങ്ങൾ ഓർമ്മിക്കരുത്, ലാ തദ്കുറു നിങ്ങൾ ഓർമ്മിക്കരുത്. ദാക്കിറുൻ മദ്കൂറുൻ ദാക്കിറുൻ ഓർമ്മിക്കുന്നവൻ, മദ്കൂറുൻ ഓർമ്മിക്കപ്പെടുന്നത്, ദിക്റുൻ
ഓർമ്മിക്കൽ. ഓർമ്മിക്കൽ. ഓക്കെ. ഹിയ അവർ ഓർമ്മിക്കുന്നു. അവൾ ഓർമ്മിച്ചു അല്ലെ? അവൾ ഓർമ്മിച്ചു. ഹിയ തദ്കുറു അവൾ ഓർമ്മിക്കുന്നു. ഓർമ്മിക്കുന്നു അല്ലെങ്കിൽ ഓർമ്മിക്കുന്നു. ജസാക്കുമുല്ലാഹു ഖൈർ. ബാറക്കല്ലാഹു ഫീക്. അടുത്ത വന്നെന്താണ്? അബദ, ഇബാദത്ത് ചെയ്തു. അബദ കണ്ടോ? അതേ പാറ്റേണിലാണ്. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചു വന്ന ഫുൾ ഗ്രാമർ അത് ഓർമ്മയുണ്ടോ? നമ്മൾ ആദ്യം അറബിക് പദത്തിനെ 3 ആക്കി. ഏതൊക്കെയാ പറഞ്ഞേ? എന്താ റംലത്ത? ആർക്കണെങ്കിലും പറയാം. മ്യൂട്ട് മാറ്റി പറഞ്ഞോളേ. നാമം, അവ്യയം, ക്രിയ. ക്രിയ. മാഷാഅല്ലാഹ്. നാമം, അവ്യയം, ക്രിയ. അപ്പൊ നമ്മൾ നാമത്തിന് പകരം നിൽക്കുന്ന സർവനാമങ്ങളാണ് ആദ്യം പഠിച്ചത്. ഏതൊക്കെയാണ് പറഞ്ഞോളൂ? ഹിയ, അനാ, നഹ്നു, ഹിയ. മാഷാഅല്ലാഹ്. എന്നിട്ട് അതിനെ നമ്മൾ നാമത്തോടെ ചേർത്തു അല്ലെ? ഫോർ എക്സാമ്പിൾ കിതാബ് എടുത്തു. അപ്പൊ എങ്ങനെ പറഞ്ഞു? അവരുടെ എങ്ങനെയാക്കി? കിതാബുഹു, കിതാബുഹു, കിതാബുക, കിതാബുക്കും, കിതാബി, കിതാബുന, കിതാബുഹ. വിത്ത് ടീപ്പയാണ്. ആരും കൈ കാട്ടാതെ പറയരുത്, കാണിച്ചുകൊണ്ട് പറയും ഇൻഷാ അല്ലാഹ്. അപ്പൊ അൽഹംദുലില്ലാഹ്. അപ്പൊ നമ്മൾ അത് പഠിച്ചു. അത് കഴിഞ്ഞ് അവ്യയങ്ങളെ പറ്റി പറഞ്ഞു. അവ്യയങ്ങൾ ആരാ? കുഞ്ഞു കുഞ്ഞു വാക്കുകൾ അല്ലെ? ഒറ്റ അക്ഷരങ്ങൾ, ചിലപ്പോ 2 അക്ഷരമായിരിക്കും. ചെറിയ വേർഡാണ്. അപ്പം എക്സാമ്പിൾ ബി, മാഷാഅല്ലാഹ്. ബി, ഫി, മിൻ, അല, ഇല അല്ലെ? മിൻ, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ അവയുടെ കൂടെ ചേർത്ത് നമ്മൾ സർവനാമങ്ങൾ ആഡ് ചെയ്ത് പറഞ്ഞു. എങ്ങനെ പറയും? മിൻഹു, മിൻഹും, മിൻക, മിൻകും, മിന്നി, മിന്ന, മിൻഹ അല്ലെ? അവനിൽ നിന്ന് അല്ലെ? അവരിൽ നിന്ന്, നിന്നിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ അവ്യയങ്ങളെ ചേർത്ത് നമ്മൾ പഠിച്ചു. ക്ലിയർ ആണോ? ഈ പറയുന്നൊക്കെ ഓക്കെ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണ്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ എന്താണ്? നേരെ ക്രിയയിലേക്ക് പോയി. എന്താണ് ക്രിയ? പറഞ്ഞേ. ക്രിയ പ്രവൃത്തിയനുസരിച്ച് പ്രവൃത്തി കാലവുമായി ബന്ധപ്പെട്ടത് ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദം. പക്ഷെ എന്താ അതിന്റെ പ്രത്യേകത? കാലവുമായി കണക്ട് ചെയ്യും. ആണോ? ക്ലിയർ? ഓക്കെ. അപ്പൊ നമ്മൾ അതിന്റെ ആദ്യത്തെ ഗ്രൂപ്പ് നമ്മൾ പഠിച്ചു. ഫതഹ, യഫ്തഹു. ഫതഹ എന്നൊരു വെർബ് എടുത്തു അല്ലെ? ഒരു ക്രിയ എടുത്തു. അവൻ തുറന്നു അല്ലെ? അവൻ തുറന്നു. ഫതഹ. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ നമ്മൾ എങ്ങനെയാണ് ഹുവാഹും അൻതും അനാനഹനും ഈ ഒക്കെ എങ്ങനെയാ കാണുന്നതെന്നാണ് നമ്മൾ നോക്കിയത്. എങ്ങനെയാ? ഫതഹ, ഫതഹു. പറഞ്ഞേ. ഇനി കൽപ്പന ക്രിയ എങ്ങനെ പറയും? ഓക്കെ. അപ്പൊ സ്ത്രീലിംഗം എങ്ങനെ പറയും? ഓക്കെ. അപ്പൊ നമ്മൾ അങ്ങനെ പഠിച്ചല്ലോ. വെർബ് വരെ പഠിച്ചു. വെർബ് നമ്മൾ പറഞ്ഞു കുറച്ച് ഫാമിലി ആയിട്ടാണ് അല്ലെ? ഇപ്പൊ ഫതഹ, യഫ്തഹു അതിൽ കുറച്ച് പേരെ നമ്മൾ പറഞ്ഞു. ആരൊക്കെയുണ്ട് ഫതഹ, യഫ്തഹുല്? ഫതഹ ഫാമിലി അപ്പൊ നമ്മൾ അടുത്ത ഫാമിലി പഠിച്ചു. എന്താണ്? ദറബ, യദ്രിബു. അതാണ് നമ്മൾ അടുത്ത് പഠിച്ചത്. അപ്പൊ ദറബ, യദ്രിബു അതിലാരൊക്കെയുണ്ട്? ضرب ظلم صبر غفر رجع كذب كذب كسب عرف حمل അഖല ഖദറ. നിങ്ങൾക്ക് വേർഡുകളൊക്കെ പരിചിതമാവാനായിട്ടാണ് നമ്മൾ എല്ലാ ആഴ്ച ഇത് പറയുന്നത്. ഓക്കെ? ഖദറ, അഖല ഇതൊക്കെ ഈ പാറ്റേണിൽ വരുന്നതാണ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? ദറബ യദ്രിബു പഠിച്ചല്ലേ? ഫതഹ യഫ്തഹു ആണെങ്കിൽ ദറബ യദ്രിബു. അത് നമ്മൾ അടുത്ത പറഞ്ഞു സമിഅ ഗ്രൂപ്പ് അല്ലെ? സമിഅ ഗ്രൂപ്പ് സമിഅ യസ്മഉ അല്ലെ? സമിഅ യസ്മഉ. അതിൽ പാറ്റേണിൽ വരുന്ന ആരൊക്കെയാ? സമിഅ, ഷഹീദ, ഖസിറ, ശരിബ, ഹഫിള, ഹസന, ഹസിബ, ലബിസ. അങ്ങനെ ആ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ. അവസാനം പഠിച്ചെന്താണ്? നസറ, യൻസുറു. ആണോ? അതിലാരൊക്കെ പഠിച്ചത്?
നസറ യൻസുറു അല്ലേ? നസറ യൻസുറിൽ ആരൊക്കെ പഠിച്ചു? ആരൊക്കെ خلق ഉണ്ടത്? رزق ذكر ആ عبد. അപ്പൊ നമ്മള് ഓർമ്മ അത് റിവിഷൻ ചെയ്ത് കൊണ്ടുവരലാണ് കേട്ടോ ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നസറ, ഖലഖ, റസഖ, പിന്നെ എന്താ ദക്കറ, അബദ അല്ലെ? ദഖല, കഫറ, നദറ അല്ലെ? നമുക്ക് അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു? അബദയും ഉണ്ട്. നമ്മളിപ്പോ പഠിച്ചത് എന്താണ്? ദക്കറ അല്ലെ? ദക്കറ, അബദ. അതിൽ തന്നെ ദഖല ഉണ്ട്. പിന്നെന്താണ് നമ്മൾ ഏതൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്? റസഖ പഠിച്ചു, ദക്കറ പഠിച്ചു അല്ലെ? ദക്കറ, റസഖ ഒക്കെ പഠിച്ചു. ഖലഖ, നസറ ഗ്രൂപ്പിൽ പെട്ടതാണ്. റസഖ, ദക്കറ. ഇപ്പൊ നമ്മൾ പഠിച്ചു ദക്കറയും എന്താണ്? അബദ. ഇനി ഒന്ന് അബദ പറഞ്ഞേ, ഒന്നുകൂടെ ഒരാൾ പറഞ്ഞേ, അടുത്തൊരാൾ പറഞ്ഞേ. ഇതുവരെ പറയാത്ത മിണ്ടാതിരിക്കുന്നവരൊക്കെ ഒന്ന് മിണ്ടിയേ. ബോറടിക്കുന്നോ? ഇല്ല. മ്യൂട്ട് മാറ്റിട്ട് പറഞ്ഞോളി. അബദ നോക്കി പറഞ്ഞോളി. അബദ, അബദു, അബദ, അബദ, അബദു, അബസ്ത, അബത്തും, അബത്തു, അബദിന. ഇത് കണ്ടോ? അബത്ത, അബത്തു ഒക്കെ നമ്മൾ എന്താണ് കാഫ്രൂൻ സൂറത്ത് ഓതിയപ്പോ നമ്മൾ പറഞ്ഞല്ലേ? അപ്പോൾ നമുക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയാണ് രൂപങ്ങൾ. കണ്ടോ? അബദ, അബദു. ഇബാദത്ത് ചെയ്യുന്നതാണ് അബദ. ഓക്കെ, അബദ, അബദു. പറഞ്ഞോളി, ബാക്കി പറയും. അബത്തു, അബത്തും, അബത്തു, അബദിന. യഅ്ബുദു, യഅ്ബുദൂന, തഅ്ബുദു, തഅ്ബുദൂന, അഅ്ബുദു, അഅ്ബുദു, നഅ്ബുദു. മാഷാഅല്ലാഹ്. അപ്പൊ കൽപ്പനകൾ എങ്ങനെ ഇരിക്കും? ഉഅ്ബുദു, ഉഅ്ബുദു. ഉഅ്ബുദു. പറഞ്ഞോളി. ലാ തഅ്ബുദ്, ലാ തഅ്ബുദു. ആബിദുൻ, ആബിദുൻ, മഅ്ബൂദുൻ, ഇബാദത്തുൻ. ഇബാദത്തുൻ. മാഷാഅല്ലാഹ്. ഹിയ അബദത്, ഹിയ ഹിയ തഅ്ബുദു. തഅ്ബുദു. ഇബാദത്ത് കണ്ടോ? നമ്മൾ ഇബാദത്ത് കിട്ടിയത് കണ്ടോ? നമുക്ക് ഈ അബദ എന്നുള്ള വേർഡിൽ നിന്നാണ് നമ്മൾ ഇബാദത്തിൽ വന്നത്. കണ്ടോ? ആബിദുൻ, മഅ്ബൂദുൻ, ഇബാദത്തുൻ. ക്ലിയർ ആണോ? ആബിദ് ആരാ? അടിമ അല്ലേ? ഇബാദത്ത് ചെയ്യുന്നവനാണ് ആബിദുൻ. കണ്ടോ? അത് ഫായിലാണല്ലേ? ആ കർമ്മം ചെയ്യുന്ന ആളാണ്, ആ ക്രിയ ചെയ്യുന്നവനാണ് ആബിദുൻ. മഅബൂദുൻ, ഇബാദത്ത് ചെയ്യപ്പെടുന്നവൻ, ചെയ്യപ്പെടുന്നത് അല്ലെ? മഅബൂദുൻ. എന്താണ്? ഇബാദത്തുൻ. ആരാണ്? ഇബാദത്ത്. ഹിയ അബദത്, ഹിയ തഅ്ബുദു. ഓക്കെ, ക്ലിയർ എല്ലാവർക്കും? നിങ്ങളുടെ ഇഷ്ടമാണ് എന്റെ ഒരു ഊർജം. ഓക്കെ, നിങ്ങൾ പറയുമ്പോ എനിക്കൊരു സന്തോഷം. എന്താണ്? ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പൊ ഈ രണ്ട് വെർബ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഒരു ഗ്രാമറിന്റെ ഒരു പോർഷൻ കൂടെ നമുക്ക് കാണേണ്ടതുണ്ട്. അതായത് നമ്മുടെ പരീക്ഷയ്ക്ക് നമുക്ക് ഇനി കുറച്ചുകൂടെ ഈ ഒരു ബേസും കൂടെ പഠിച്ചു പോകേണ്ടതുണ്ട്. എല്ലാരും കാണുന്നുണ്ടോ? എളുപ്പമാണ്, സിമ്പിൾ ആണ് കേട്ടോ. നോക്കാം. എന്താണ് വാക്യഘടന? രണ്ട് പദങ്ങൾ തമ്മിലുള്ള ബന്ധം. നമുക്കിപ്പോ സെന്റൻസുകൾ എടുക്കുമ്പോൾ പല പല രീതിയിലുള്ള സെന്റൻസ് കാണാറുണ്ട്. അപ്പൊ നമുക്ക് ഒരു വർഗത്തെ നിഷേധിക്കാനുള്ള ഒരു സെന്റൻസിൽ കാണുമ്പോൾ അത് വർഗത്തെ നിഷേധിക്കാനാണുള്ളതോ അല്ലേ എന്ന് എങ്ങനെ അറിയുക? അതാണ് നമ്മളിപ്പോ പഠിക്കുന്നത്. നോക്കിയേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കി, ലാ ഇലാഹ കാണുന്നുണ്ടോ? വ ഇലാഹുക്കും ഇലാഹും വാഹിദ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ഇവിടെ എല്ലാരും നോക്കിയേ, ലാ എന്നുള്ള നോക്കിയേ, ലാ ഇലാഹ കാണുന്നുണ്ടോ? എല്ലാവരും കാണുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ ഇലാഹുക്കും ഇലാഹും വാഹിദ്. അപ്പൊ നിങ്ങളുടെ ഇലാഹ് ഏകനാണ്. അപ്പൊ ലാ ഇലാഹ, അവൻ അള്ളാഹു മാത്രമാണ്. ലാ ഇലാഹ, അവൻ ഇല്ലാതെ ഒരു ആരാധ്യനില്ല എന്ന് പറയുമ്പോ ഈ ഇലാഹ് എന്നുള്ള വേർഡ് ശ്രദ്ധിക്കുക. ഈ ഇലാഹ് എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക. തൊട്ടു മുന്നേ വരുന്നല്ല, അത് വർഗത്തെ നിഷേധിക്കുന്ന, അതായത് അള്ളാഹു അല്ലാതെ ബാക്കിയുള്ള മുഴുവൻ ആരാധ്യന്മാരുടെയും വർഗത്തെ മുഴുവൻ നിഷേധിക്കുന്ന ലാ ആണോ ഇല്ലെന്ന് എങ്ങനെയാ അറിയുക? അതിന് കുറച്ച് റൂൾസ് ഉണ്ട്, ഒരു നിയമമുണ്ട്. എന്താണെന്ന് നോക്കാം. എങ്ങനെ അറിയുക? നോക്കിയേ, ഈ പറയുന്ന ഇലാഹിന്റെ പ്രത്യേകം ഉണ്ടോ? ഈ വേർഡ് കണ്ടോ? ഇലാഹ് എന്നുള്ളതിന് അതിന് ഫത്തഹ് ആയിരിക്കും. ഇലാഹ് എന്നുള്ള വാക്കിന് എന്തായിരിക്കും? ഫത്തഹ് ആയിരിക്കും. പിന്നെയോ അല്ലും
തൻവീന് ഒന്നും ഉണ്ടാവൂല. ഏകവചനമായിരിക്കുക. അതിന്റെ റൂൾസ് എന്താണ്? ഏകവചനമായിരിക്കുക. ഇലാഹ് എന്നുള്ള ഏകവചനല്ലേ? ഇലാഹ്. ബഹുവചനം എന്താണ്? ആലിഹത്ത് അല്ലെ? അപ്പൊ ഏകവചനം ഇവിടെ വന്നത് ഇലാഹ്. അന്ത്യത്തിലെ അടയാളം ഫത്തഹായിരിക്കുക. 3, ആരംഭത്തിൽ അല്ലില്ലാതിരിക്കുക. ഇലാഹ് എന്നുള്ളതിന് അല്ലുണ്ടോ? ഇല്ല അല്ലെ? അന്ത്യത്തിൽ സർവനാമം ചേർന്ന് വരാതിരിക്കുക. അന്ത്യത്തിൽ ഇലാഹു, ഇലാഹും, ഇലാഹുക്ക എന്നൊന്നും വരാൻ പാടില്ല. അന്ത്യത്തിൽ സർവനാമം ഒന്നും ചേർന്ന് വരാതിരിക്കുക. ഈ 4 റൂള് വന്നാൽ എന്തായിരിക്കും? ഈ ഇലാഹ് എന്നുള്ള വേർഡിനെ, ആ വർഗത്തെ മുഴുവൻ നിഷേധിക്കുന്ന ലാ ആണ് ഈ തൊട്ടു മുന്നിൽ വന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞത് ക്ലിയർ ആണോ എല്ലാവർക്കും? ഒന്നുകൂടെ പറയുവോ? അതായത് നോക്കിയേ, ഇലാഹുക്കും ഇലാഹും വാഹിദ്, ലാ ഇലാഹ, ഇത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക, ലാ ഇലാഹ. അപ്പൊ ഇലാഹ് എന്നുള്ള വേർഡ് അത് വർഗത്തെ നിഷേധിക്കുന്ന ലാ ആണ്. തൊട്ടു മുന്നിൽ വന്നിരിക്കുന്ന ലാ എന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ഇലാഹ് എന്നുള്ള വേർഡിന് എന്തൊക്കെ ക്വാളിറ്റി വേണം? എന്തായിരിക്കണം? നോക്കിയേ, 1, ഏകവചനമായിരിക്കുക. ഇലാഹ് ഏകവചനം അല്ലേ? ആണോ കുട്ടികളെ? ആണോ? അതെ, ആണോ? 2, അന്ത്യത്തിൽ ഫത്തഹാണോ? ഇലാഹ. നോക്കേ, ലാഹ ആണ് അല്ലെ? ഫത്തഹാണ്. 3, ആരംഭത്തിൽ അല്ലില്ലാതിരിക്കുക. ഇലാഹിന് അല്ലുണ്ടോ? നോക്കിയേ, ഇല്ല, അത് വന്നിട്ടില്ല. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ്, അന്ത്യത്തിൽ സർവനാമം ചേർന്ന് വരാതിരിക്കുക. അതായത് ഹുവാഹും അൻത അൻതും അനാനഹനും ഒന്നും ചേർന്നിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ എന്താണ്? തൊട്ടു മുന്നേ വന്നല്ല മുഴുവൻ വർഗത്തെയും, ആ ആരാധ്യന്മാർ എന്തെല്ലാമാണെന്ന് ഈ ജനങ്ങൾ പറയുന്നുണ്ടോ അത് മുഴുവൻ നിഷേധിക്കുന്ന ലാ ആയിരിക്കും. നമ്മള് അല്ലാതെ ലായും കണ്ടിട്ടുണ്ട്. നമ്മൾ എവിടെ കണ്ടിട്ടുണ്ട്? വിരോധക്രിയ അല്ലെ? തഫ്തഹ് തഫ്തഹു ലാ തഫ്തഹ് ലാ തഫ്തഹു. കണ്ടോ? അവിടെ എന്താണ്? സർവനാമങ്ങൾ അവിടെ ചേർന്ന് വന്നിട്ടുണ്ട് അല്ലെ? ലാ തഫ്തഹ് ലാ തഫ്തഹു. അവിടെ സർവനാമങ്ങൾ ഒളിഞ്ഞ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഹൂ വാവൊക്കെ ചേർന്ന് വന്നപ്പോ അവിടെ നമ്മൾ കണ്ടു. അപ്പൊ ആ ലാ എന്താണ്? അത് ഒരിക്കലും വർഗത്തെ നിഷേധിക്കുന്ന ലാ അല്ല. പക്ഷെ ഈ ലാ വർഗത്തെ നിഷേധിക്കുന്ന ലാമാണ്. ക്ലിയർ ആണോ? അപ്പൊ ആ ലാന്റെ അർത്ഥം എന്താ? ആ ലായുടെ ഇല്ല, അല്ലാന്ന് സിമ്പിളായി പറയുന്നത്. നീ ചെയ്യരുത്, നീ ചെയ്യരുത് നമ്മൾ പറയുന്നത്, കൽപ്പിക്കുന്നത്. ഇതങ്ങനെയല്ല, മുഴുവൻ വർഗത്തെ നിഷേധിക്കുകയാണ്. ലാ ഇലാഹ. ഭയങ്കര ഗൗരവമായിട്ടുള്ള കാര്യമാണ്, സീരിയസ് ആയ കാര്യമാണ് അല്ലെ? ലാ ഇലാഹ ഇല്ലാഹു റഹ്മാൻ റഹീം. അവനല്ലാതെ ഒരു ഇലാഹുമില്ല, അവൻ റഹ്മാനു റഹീമുമാണ് എന്ന് പറയാണ്. അപ്പൊ ഈ ലായുടെ പ്രത്യേകത എന്താണ്? വർഗത്തെ നിഷേധിക്കുന്ന ലാ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം ശേഷം വന്ന വാക്ക് ഇലാഹിന് ഫത്തഹാണ് അല്ലെ? ഫത്തഹാണ് അവസാനം. ശേഷം എന്ത്? ഇലാഹിന്റെ കൂടെ സർവനാമം വന്നിട്ടില്ല. ആരംഭത്തിൽ അല്ലില്ല. ഏകവചനമാണ്. ഇത് 4 നിയമങ്ങളും ഈ വാക്കിൽ വന്നാൽ തൊട്ടു മുന്നുള്ള എല്ലാം എന്താണ്? വർഗത്തെ നിഷേധിക്കുന്ന ലാ. നോക്കിയേ, അടുത്ത സെന്റൻസ് നോക്കിയേ, നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ലാ ഇലാഹ ഇല്ലാ അന ഫത്തഖൂൻ. പിന്നെയും പറയാണ് ലാ ഇലാഹ, നിങ്ങൾക്ക് ഒരു ആരാധ്യനുമില്ല അല്ലെ? ലാ ഇലാഹ ഇല്ലാ അന ഫത്തഖൂൻ, ഞാനല്ലാതെ ഒരു ആരാധ്യനുമില്ല. അന ഫത്തഖൂനി, നിങ്ങൾ എന്നെ ഭയപ്പെടുവിൻ, എന്നെ മാത്രം ഭയപ്പെടുവിൻ. ക്ലിയർ ആണോ? ലാ ഇലാഹ. നമ്മൾ സെന്റൻസുകൾ കാണാം, ഖുറാനിലെ ആയത്തുകളാണ് ഇതൊക്കെ. അപ്പൊ നോക്കി, ഇതിലൊക്കെ അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇവിടെയും ലാ ഇലാഹ. കണ്ടോ? ഇവിടെയും വന്ന് എന്താണ്? ഇതേ നിയമങ്ങളാണ്, വർഗത്തെ നിഷേധിക്കുന്ന ലാ ആണ്. ക്ലിയർ ആണോ? ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ. ലാ ഇലാഹ. ഇവിടെയും ലാ ഇലാഹ. കണ്ടോ? ഈ ഇലാഹ് എന്ത് പാടാണ്? തൊട്ടു മുന്നേ വന്ന ലാ എന്തിനുള്ളതാണ്? മുഴുവൻ വർഗത്തെയും നിഷേധിക്കുന്ന ലാ ആണ്. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളിൻ, സംശയം വരും. കുറച്ച് ഇലാഹന്റെ മുന്നിൽ വരുന്ന ലാ മാത്രമേ ഇങ്ങനെ ഉള്ളൂ? ഇതുപോലെ വരുന്ന ലാമുണ്ട്. ശേഷം കാണിച്ചു തരാം. ലാ ശരീക ലഹു. നോക്കിയേ, 5ാമത്തെ എക്സാമ്പിള്. ലാ ശരീക ലഹു. ഉണ്ടോ? ഒരു പങ്കുകാരനില്ല അവന്. ലാ ശരി. അപ്പൊ പങ്കുകാരെ എല്ലാം, മുഴുവൻ പങ്കുകാരെ നിഷേധിക്കുകയാണ് അവിടെ. ലാ ശരീക ലഹു.
അവന് ഒരു പങ്കുകാരും. വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ, എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വഅന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമുകളിൽ ഒന്നാമനാണ്, അല്ലെ, ഒന്നാമനാണ് അനുസരിക്കുന്നവനിൽ. ക്ലിയർ ആണോ? അതുപോലെ അല്ലാഹുമ്മ ലാ മാനിഅ, ലാ മാനിഅ തടയുന്നവൻ, ലാ മാനിഅ. അപ്പം അവിടെ മുഴുവൻ ആ വർഗത്തെയും നിഷേധിക്കണം. ലാ മാനിഅ, നീ തരുന്നത് തടയാൻ ആരും തന്നെയില്ല. വലാ മുഅ്തിയ ലിമാ മനഅത, നീ തടഞ്ഞത് തരാനും ആരുമില്ല എന്ന് പറയണം. അപ്പൊ ആ വർഗത്തെ മുഴുവൻ അവിടെ നിഷേധിക്കുകയാണ്. അല്ലാഹുമ്മ ലാ മാനിഅ. അതുപോലെ ദാലിക്കൽ കിതാബു ലാ റൈബ, ഓക്കേ, ലാ റൈബ, ദാലിക്കൽ കിതാബ്, ഈ വേദഗ്രന്ഥം, ഈ ഗ്രന്ഥത്തിൽ ലാ റൈബ, ഒരു സംശയമില്ല. സംശയം മുഴുവനും എന്താണ്? ആ സംശയത്തെ വർഗത്തെ മുഴുവൻ നിഷേധിക്കണം. അല്ല, കാരണം എന്താണ്? ഇത് ദാലിക്കൽ കിതാബാണ്, അല്ലെ, അള്ളാഹുവിൽ നിന്നുള്ള ഗ്രന്ഥമാണ്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദൻ ലിൽ മുത്തഖീൻ, ഇത് മുത്തഖീങ്ങൾക്ക് ഹുദയാണ്. അപ്പൊ അതിൽ ഒരു സംശയവുമില്ല. സംശയത്തിന്റെ മുഴുവൻ പഴുതുകളും മുഴുവനും വേരോടെ വലിച്ചെറിയുകയാണ് ഈ ല. ക്ലിയർ ആണോ? പിടികിട്ടിയോ? ആരും മിണ്ടുന്നില്ല. അല്ല, ഇത് മനസ്സിലായി. പിന്നെ ഖുറാനില് വേറെ സ്ഥലത്ത് വരുന്നുണ്ടല്ലോ അലാ ഇന്നഹും, അപ്പൊ അതോ? അല വേറെ, ഇത് ലാ, വെറും ലാ. നിങ്ങൾ നോക്കുക, ഇനി വായിക്കുമ്പോ ശ്രദ്ധിക്കുക, ഇനി ഓതുമ്പോ ശ്രദ്ധിക്കുക. ലായ്ക്ക് ശേഷം വരുന്ന നൗണ്, നാമത്തിന് എന്തൊക്കെയാണ് പ്രത്യേകത? ഇതുണ്ട് എങ്കിൽ ഈ 4 കാര്യം വന്നാൽ അത് വർഗത്തെ നിഷേധിക്കും. ഒന്ന്, ഏകവചനമായിരിക്കുക. എല്ലാരും ഒന്ന് പറഞ്ഞേ. ഒന്ന്, ഏകവചനമായിരിക്കുക. 2, അന്ത്യത്തിലെ അടയാളം ഫത്ഹ ആയിരിക്കുക. ഫത്ഹ. 3, ആരംഭത്തിൽ അല്ലില്ലാതിരിക്കുക. 4, അന്ത്യത്തിൽ സർവനാമം ചേർന്ന് വരാതിരിക്കുക. ഈ 1, 4 ഒന്ന് പറഞ്ഞേ ഓരോരുത്തർ. അപ്പൊ ക്ലിയർ ആവും. എന്തായിരിക്കണം? ആ ലായ നിഷേധിക്കണമെങ്കിൽ എന്തായിരിക്കണം? ലാ നിഷേധിക്കുന്ന ലാം ആകണമെങ്കിൽ ഏകവചനമായിരിക്കുക. 2, അന്ത്യത്തിലെ അടയാളം അന്ത്യത്തിലെ അടയാളം ഫത്ഹ ആയിരിക്കുക. 3, ആരംഭത്തിൽ അൽ ഇല്ലാതിരിക്കുക. 4, സർവനാമം ചേർന്ന് വരാതിരിക്കുക. മാഷാഅല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈറ. ഇനി ഇത് നോക്കിയിട്ടൊന്ന് പറഞ്ഞേ, ലാ ഇലാഹ എന്താ പ്രത്യേകത? ഒന്ന് പറഞ്ഞേ, ഒരാള് ഒന്നത്തെ പ്രത്യേകത ഒന്ന് പറഞ്ഞേ. എന്താണ് ഇലാഹിനുള്ള പ്രത്യേകത? ലാ ആണ്, വർഗത്തെ നിഷേധിക്കുള്ള ലാം ആണെന്ന് നമുക്ക് ഉറപ്പിക്കണം. അപ്പൊ എന്താണ് ഇലാഹിനുള്ള വേണ്ടത്? ഏകവചനാണ്, ഏകവചനമാണ്. ഇലാഹ് ഏകവചനമാണ്. 2 പറഞ്ഞേ, രണ്ടാമത്തേത് അവസാനത്തിൽ ഫത്തഹാണ്. അവസാനത്തിൽ ഫത്തഹാണ്. മാഷാഅല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈറ. 3, ആരംഭത്തിൽ അല്ലില്ലാതിരിക്കുക, അല്ലി വന്നിട്ടില്ല. മാഷാഅല്ലാഹ്. 4, സർവനാമം സർവനാമം ചേർന്ന് വന്നിട്ടില്ല. ശേഷമൊന്നും സർവനാമം ചേർന്ന് വന്നിട്ടേ ഇല്ല. അൽഹംദുലില്ലാഹ്. അപ്പൊ ഈ ലാം എന്തിന്റെ ലാമാണ്? വർഗത്തെ നിഷേധിക്കുന്ന. ക്ലിയർ? എല്ലാവർക്കും ക്ലിയർ ആണോ? അൽഹംദുലില്ലാഹ്. മാഷാഅല്ലാഹ്. എല്ലാവർക്കും ഓക്കെ ആണോ? ഒന്നുകൂടെ പറഞ്ഞേ, റംലാത്ത ഒന്ന് പറഞ്ഞേ. ഈ ലാ ഇലാഹ എന്നുള്ള വേർഡ് ഇത് വർഗത്തെ നിഷേധിക്കാനുള്ള ലാമാണ്. ഒന്ന് ഉറപ്പിച്ചേ, സ്ഥിരീകരിച്ചേ എങ്ങനെയാണെന്ന്. തുടക്കത്തിൽ അൽ ഇല്ല, ഏകവചനമാണ്. അവസാനത്തിൽ ഫത്ഹ ആയിരിക്കും. അന്ത്യത്തിൽ സർവനാമൊന്നും വരാതിരിക്കുക, ചേർന്ന് വന്നിട്ടില്ല. മാഷാഅല്ലാഹ്. അപ്പം അല്ലില്ല, സർവനാമം ചേർന്ന് വന്നിട്ടില്ല, അന്ത്യത്തിൽ ഫതഹാണ്, ഏകവചനമാണ്, അല്ലെ? ഏകവചനമാണ്, അത് മെയിൻ അല്ലെ. ഫസ്റ്റ് ഏകവചനമാകുക, പിന്നെ അല്ലുണ്ടാവരുത്, സർവനാമം ചേരരുത്, പിന്നെ എന്ത് വേണം? ഫത്തഹായിരിക്കണം. എൻഡിങ് ഫത്തഹായിരിക്കണം. ക്ലിയർ? ഒന്നുകൂടെ പറഞ്ഞേ, അടുത്ത ആള് പറഞ്ഞേ. മിണ്ടാസ്തുണ്ടോ? വേറെ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഇതുവരെ മിണ്ടാതിരിക്കുന്ന മിണ്ടാപ്പൂച്ചകളൊന്ന് പറഞ്ഞേ. പറഞ്ഞോളി, പറഞ്ഞാലേ നിങ്ങൾ പഠിക്കുള്ളൂ. ഏകവചനമായിരിക്കുക, ആരംഭത്തിൽ അല്ലില്ലാതിരിക്കുക, മാഷാഅല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈറ. അന്ത്യത്തിൽ ഫതഹ് വരാതിരിക്കുക. ഓക്കെ, ജസാക്കുമുല്ലാഹ്. ഫതഹായിരിക്കുക. ഓക്കെ, കറക്റ്റ്. 4, സർവനാമങ്ങൾ അല്ലെ. ഹുവാഹു മൻ താൻതു അന നഹ്നു, ഒരു രൂപങ്ങളും ആഡ് ആയിട്ട് വരരുത്, അല്ലെ? മാഷാഅല്ലാഹ്, അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ നമ്മുടെ ഗ്രാമർ ഒരു സ്റ്റെപ്പ് പഠിക്കാണ്.
വർഗത്തെ നിഷേധിക്കാനുള്ള ലാ എങ്ങനെ ഇരിക്കും? ആ ലാമ് വന്നാൽ തൊട്ടടുത്ത വാക്ക് എങ്ങനെയാണ് ഉണ്ടാകുക എന്ന് നമ്മളിപ്പോ പഠിച്ചു. ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ ക്ലിയർ ഓക്കെ ആണ്. ക്ലിയർ. ഇനി നിങ്ങൾ ഈ എക്സാമ്പിൾ ഒക്കെ എഴുതി വെക്കുക. അതിന്റെ എന്താണ് നിയമങ്ങൾ എന്താണെന്ന് ഒന്നുകൂടെ നോട്ട് ചെയ്യുക. പക്ഷെ നിങ്ങൾക്ക് ഇത് ഗ്രൂപ്പിൽ ഇട്ട് തരും കേട്ടോ. അപ്പൊ എഴുതണം, ഒന്ന് തന്നെ പഠിക്കണം. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈർ, ബറക്കല്ലാഹു ഫീക്. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മള് പിന്നെ എന്താണ് സൂറത്ത് ബയ്യിന ഇപ്പോഴത്തെ പോർഷൻ ക്ലിയർ ആണെന്ന് കരുതുന്നു. ആണോ എല്ലാവർക്കും? ടീച്ചർ Clear ആണ്. ഈ ലാ പിന്നെ വരുന്നില്ലേ? വേറൊരു ലാ ഉണ്ടല്ലോ, വലാകിൻ അതെ ലാ അതെ, നമ്മൾ പറയില്ലേ, വിരോധക്രിയ പറയില്ലേ, ചെയ്യല്ലേ, ലാ ആ തഫ്തഹ്, നീ ആ തുറക്കല്ലേ. ലായാണ് അത് ല്ലേ? ലാ തഫ്തഹ്, ലാ തഫ്തഹു. അപ്പൊ നമുക്ക് അവിടെ കാണാം, അവിടെ സുക്കൂൻ വരുന്നുണ്ട്, സർവനാമങ്ങൾ ആഡ് ആകുന്നുണ്ട്, അല്ലേ? ആണോ? ലാ അപ്പൊ അത് തഫ്തഹ്, ലായ. സുക്കൂൻ വന്നു, അപ്പൊ പോയി. വർഗത്തെ അല്ല നിഷേധിക്കുന്നത്. അവിടെ ഒരു ചെയ്യരുത്, വിരോധക്രിയ പറയണം. നിങ്ങൾ ചെയ്യല്ലേ, നിങ്ങൾ തുറക്കല്ലേ, നിങ്ങൾ പറയല്ലേ എന്നൊക്കെ പറയുമ്പോ അവിടെ വരുന്ന സുക്കൂൻ വരും, അവിടെ ബഹുവചനം ആഡ് ആയിട്ട് വരും. അപ്പൊ ഈ നിയമം അതും തമ്മിൽ വ്യത്യാസമാണ്. ക്ലിയർ ആണോ? അപ്പൊ ആ ലാവും ഈ ലായും വ്യത്യാസമാണ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണ്. നിങ്ങൾ ക്ലിയർ മറുപടി പറയൂ, നിങ്ങളുടെ ഉത്തരമാണ് ക്ലിയർ ആണ്. ഇരിക്കുന്നത്. ക്ലിയർ ആണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മൾ വലിയൊരു പോർഷനാണ് കവർ ചെയ്തത് കേട്ടോ. ഇനി നിങ്ങൾ ഓതുമ്പോ ശ്രദ്ധിച്ച് പാരായണം ചെയ്യുക. ഇപ്പൊ നമ്മൾ ബാക്കിയുള്ളവർ ഓതും പോലെ അല്ല നമ്മളുടെ പാരായണം, അല്ലെ? നമ്മൾ അതില് ബഹുവചനം വന്നോ നോക്കും, അത് ഊന രൂപത്തിലാണോ, അത് ഈനയായോ, അല്ലെങ്കിൽ ലാം ഏത് ലാമാണ് അതിലുള്ളത്, അതില് വന്ന ബഹുവചനങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലേ കുട്ടികളെ, ഞാൻ പറഞ്ഞ കറക്റ്റ് ആണോ? അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കുറേ അധികം ശ്രദ്ധിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്. ജസാക്കുമുല്ലാഹ് ഖൈർ. അങ്ങനെ ആവണം. അപ്പോഴാണ് ശരിക്കും നമുക്ക് അതൊരു ഉൾക്കാഴ്ച, അതിന്റെ അർത്ഥങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ പറ്റുക, അതിനുള്ള ഉൾക്കാഴ്ചകൾ നമുക്ക് ഉണ്ടാവുക. ഓക്കെ, ഇങ്ങനെയാണ് ഖുർആൻ മനസ്സിലാക്കേണ്ടത്. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈർ. അപ്പൊ ഇന്ന് പഠിച്ച ബഹുവചനം കിതാബുൻ, കുത്തുബുൻ, മുഷ്രിക്കുൻ, മുഷ്രിക്കൂന അല്ലെ മുഷ്രിക്കീന, പിന്നെന്താണ് ബയ്യിനത്തുൻ, ബയ്യിനാത്തുൻ. കണ്ടോ, വ്യക്തമായ തെളിവ്. ബയ്യിനത്തുൻ, ബയ്യിനാത്തുൻ. റസൂലുൻ, റുസുലുൻ. നബിയുൻ, നബിയൂന അല്ലെങ്കിൽ അംബിയാ, നബിയീന എന്നും പറയും. ഓക്കെ, സഹീഫത്തുൻ, സുഹഫുൻ. അത് ഇതിൽ കൊടുത്തിട്ടില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് അതോടെ നമുക്ക് അയച്ചു തരാം. പിന്നെ നമ്മൾ ഇന്ന് പഠിച്ച ഇന്നത്തെ ഈ പാറ്റേൺ നിങ്ങൾ നോക്കണം കേട്ടോ. ഇന്ന് സൂറത്ത് ബഖറയുടെ ഈ ഗ്രൂപ്പിൽ ഇട്ട് തരാൻ നിങ്ങൾ ഇത് കൗണ്ട് ചെയ്ത് എഴുതണം, എത്ര വാക്ക് നിങ്ങൾക്ക് അറിയുന്നുണ്ടെന്ന്. ഓക്കെ, ക്ലിയർ ആണോ? ചെയ്യോ? ഇന്ന് സമയം 3:30 ആയി. നോക്കാമോ? എങ്കിൽ ഈ ഒരു പോർഷൻ നോക്കിയിട്ട് പോവാമോ? നോക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. بلى من كسب. من അറിയാം, മൻ എന്താ അർത്ഥം? ആര്? ആര്. കസബ, കസബ അവൻ സമ്പാദിച്ചു, അല്ലെ? മാഷാ അല്ലാഹ്, സമ്പാദിച്ചു. ഓക്കെ, അപ്പൊ ഉലായിക്ക, അറിയാം, അപ്പോൾ അങ്ങനെ എന്നൊക്കെ ഉണ്ട്. ഉലായിക്ക എന്താ അർത്ഥം? അക്കൂട്ടർ. അക്കൂട്ടർ. മാഷാ അല്ലാഹ്. അസ്ഹാബ് എന്താണ്? കൂട്ടുകാർ. കൂട്ടുകാർ, അല്ലെ? അപ്പൊ അതിന്റെ ഏകവചനം എങ്ങനെ ഇരിക്കും? സാഹിബ്. സാഹിബുനാണ് അസ്ഹാബ്. നാർ എന്താ അർത്ഥം? നാർ നരകം. തീ. ഹും എന്താ അർത്ഥം? ഹും അവർ. അതിലുണ്ട്, അവളിൽ എന്നൊക്കെ അർത്ഥം. അവളിൽ, അതിൽ. ഖാലിദൂൻ, നമുക്കറിയാം ഖാലിദൂൻ ശാശ്വതരാണ്, അല്ലെ? ഓക്കെ, ഈ പച്ചകളുടെ എണ്ണം കൂടുന്നുണ്ടോ, അല്ലെ? മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. വല്ലദീന, അക്കൂട്ടർ, ഒരു കൂട്ടർ, അല്ലെ? ഒരു കൂട്ടർ. വല്ലദീന ആമനു, വിശ്വസിച്ചവർ. അവർ വിശ്വസിച്ചു, അല്ലെ? അവർ വിശ്വസിച്ചു. വഅമിലു സ്വാലിഹാത്തി, അവർ സൽക്കർമ്മം പ്രവർത്തിച്ചു, അല്ലെ? ഉലൈക അസ്ഹാബുൽ ജന്ന. അപ്പൊ നിങ്ങൾക്ക് സുഖമായിട്ട് ആ സെന്റൻസ് അർത്ഥം പറയാൻ പറ്റും. ഒരു കൂട്ടർ, അല്ലെ? അവർ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ അവർ അസ്ഹാബുൽ ജന്ന, അവർ സ്വർഗത്തിന്റെ ആൾക്കാരാണ്, അല്ലെ? പറഞ്ഞേ, നിങ്ങൾ തന്നെ പറഞ്ഞ അർത്ഥം. അതിൽ അവർ നിത്യവാസികളായിരിക്കും. നിത്യവാസികളായിരിക്കും. അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഒരു സെന്റൻസ് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ കഴിഞ്ഞല്ലേ? മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈർ. വഇദ് അഖദ്നാ മീസാഖ ബനീ ഇസ്രായീൽ. കണ്ടോ, ബനീ ഇസ്രായേൽ എന്താ അർത്ഥം? ഇസ്രായേലിന്റെ സന്തതികളെ. ബനു, അല്ലെ? ബനു എന്ന് പറഞ്ഞാൽ മക്കളാണ്. ബനി ഗ്രമാറ്റിക്കലായിട്ട് പറഞ്ഞ ബനി ഇസ്രായീല ലാ തഅബുദൂന. എന്താ അർത്ഥം? ലാ തഅബുദൂന,
ഇപ്പൊ ഈ ലാ നിങ്ങൾ ആരാധിക്കരുത്. കണ്ട ലാ തഅബുദൂന. ശ്രദ്ധിച്ചേ, ഇത് വർഗത്തെ നിഷേധിക്കുന്ന ലാ ആണോ? നോക്കിയിട്ട് പറഞ്ഞേ, ആണോ അല്ലേ? അതെ അതെ അല്ല. അല്ലെ, എന്തുകൊണ്ടാ? പറഞ്ഞേ. ആ, ഏകവചന അല്ല അല്ലെ, ബഹുവചന ആണ്. ഊന ചേർന്ന് വന്നു അല്ലെ, ബഹുവചനാണ്, ഊന ചേർന്ന് വന്നു. അപ്പൊ ഇത് ഒരിക്കലും വർഗത്തെ നിഷേധിക്കുന്ന ലാ അല്ല. ലാ തഅബുദൂന ഇല്ലല്ലാഹ്. എന്താണ് ഇല്ലല്ലാഹ്? അത് അല്ലാഹ് ഒഴികെ അല്ലെ, ഇല്ല അല്ലാഹ് ഒഴികെ. വബിൽ വാലിദൈനി ഇഹ്സാന. അള്ളാഹുവിനെ കൂടാതെ, അള്ളാഹുവിനെ ഒഴികെ ആരെയും ആരാധിക്കരുത്. ലാ തഅബുദൂന ഇല്ലല്ലാഹ്. പിന്നെന്താ പറഞ്ഞ? വബിൽ വാലിദൈനി. വാലിദൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാലിദൈൻ എന്താണ്? മാതാപിതാക്കൾ അല്ലെ. വാലിദൈൻ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ. വബിൽ വാലിദൈൻ, മാതാപിതാക്കളോട് ഇഹ്സാന. ഇഹ്സാൻ നല്ല രീതിയിൽ അല്ലെ, ഏറ്റവും നന്മ ചെയ്യണമെന്ന്. ഇഹ്സാനം. വദിൽ ഖുർബ വൽ യതാമ വൽ മസാകിൻ. ഇതൊക്കെ പഠിച്ചതാണ്. യതാമ ആരാണ്? യതീമിന്റെ ബഹുജനമാണ് യതാമ. വൽ യതാമ വൽ മസാകീൻ. മിസ്കിന്റെ ബഹുജനമാണ് മസാക്കീൻ. കണ്ടോ? വൽ മസാക്കീൻ. അപ്പം വൽ യതാമ വൽ മസാക്കീൻ. അപ്പൊ ആരോടൊക്കെ നന്മ ചെയ്യണം? മാതാപിതാക്കളോടും ഒപ്പം യതീമുകൾക്കും മിസ്കീങ്ങൾക്കും അല്ലെ. വഖൂലു ലിന്നാസി ഹുസ്ന. അവരോട് വഖൂലു നിങ്ങൾ പറയണം, സംസാരിക്കണം. ലിന്നാസി. ലിന്നാസി അർത്ഥം പറഞ്ഞേ. ജനങ്ങളോട് അല്ലെ, മനുഷ്യരിലെ ജനങ്ങൾക്ക്. ലിന്നാസി ഹുസ്ന, അവരോട് നല്ലതുപോലെ സംസാരിക്കണം. ഹുസ്ന, നല്ല വാക്ക് സംസാരിക്കണം. വഖീമുസ്സലാത്ത, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. വആത്തുസ്സകാ, സകാത്ത് കൊടുക്കണം. സുമ്മ തവല്ലൈതും ഇല്ലാ ഖലീലൻ, പിന്നീട് ഇല്ലാ ഖലീലൻ, അതിൽ കുറച്ചു പേരെന്താ? മിൻകും, നിങ്ങളിൽ നിന്ന്. വഅൻതും, അവരാകട്ടെ, നിങ്ങളാകട്ടെ. വഅൻതും മുഅ്രിദൂൻ, എന്താണ്? തിരിഞ്ഞു കളഞ്ഞവരാകുന്നു. ഈ അർത്ഥം നമ്മൾ പഠിച്ചിട്ടില്ല, ബാക്കിയൊക്കെ നമ്മൾ അറിഞ്ഞ വാക്കുകളാണ്. ഇൻഷാ അല്ലാഹ് ബിദ്നില്ലാ ബാങ്കിടുന്ന്. അപ്പൊ നമുക്ക് നിർത്താം. ബാക്കി ഭാഗം നിങ്ങൾ കൗണ്ട് ചെയ്ത് എഴുതുക ഇൻഷാ അല്ലാഹ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. وصلى الله تعالى وسلم خير خلقه نبينا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി ഞാൻ നിർത്തിയത് കേട്ടോ. വഅലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.